പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തി ഈ നല്ല പകലിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഒരാൾ ജീവനോടെ ഇരിക്കുമ്പോൾ നല്ലതെന്ന് പറയാൻ നമ്മൾ കുറച്ചുകൂടെ പഠിച്ചാൽ അയാൾ 2 വർഷം കൂടെ ജീവനോടെ ഇരിക്കും. ഒരിക്കൂടെ പറയാം. ഒരാൾ ജീവനോടെ ഇരിക്കുമ്പോൾ നല്ലതാണെന്ന് പറഞ്ഞാൽ അയാൾ 2 വർഷം കൂടെ ജീവനോടെ ഇരിക്കും. അതുകൊണ്ട് പരസ്പരം അപ്രീഷിയേറ്റ് ചെയ്യാൻ, പ്രത്യേകിച്ച് ദൈവം ഓരോ ദൈവമക്കളെ, ഓരോ സഭകളെ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ അതിൽ ആവേശം കൊള്ളാൻ, അതിൽ സന്തോഷിക്കാൻ, അസൂയയില്ലാത്ത നല്ലൊരു ഹൃദയം ദൈവം നമുക്ക് നൽകണം. റോമാ സഭയെ നോക്കി പൗലോസ് വളരെ അപ്രീഷിയേറ്റ് ചെയ്ത് ഇങ്ങനെ പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം സർവ്വഭൂമിക്കും പ്രസിദ്ധമായിരിക്കുന്നു എന്ന്. ചർച്ച് ഈസ് എ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾക്ക് ഓരോ ജോലികളാണുള്ളത്. തലമുടിക്ക് പോലും ഒരു ജോലിയുണ്ട്. വെട്ടിക്കളയുന്ന നഖത്തിന് പോലും ഒരു ഫങ്ഷനുണ്ട്. നിസ്സാരമെന്ന് തോന്നുന്നതായ വ്യക്തികൾക്കും കുടുംബങ്ങൾക്ക് പോലും കിങ്ഡത്തിൽ ഒരു അസൈൻമെൻ്റ് ഉണ്ട്. തലച്ചോറിൻ്റെ ഫങ്ഷനല്ല, കിഡ്നിയുടെ ഫങ്ഷനല്ല, ലിവറിന് അതല്ല, ഹാർട്ട് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് ദൈവത്തിൻ്റെ സഭയാകുന്ന, ശരീരമാകുന്നത്, കിങ്ഡമാകുന്നത്. അതുകൊണ്ട് നമ്മൾ ആരും ഉയർന്നവരുമല്ല, താണവരുമല്ല, സെലിബ്രിറ്റിയല്ല. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ ദാസന്മാരാണ്. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ചലനത്തിൽ കർത്താവ് സ്തോത്രം മഴ പോലെ ഇറങ്ങി വരുന്നതായ അവൻ്റെ വലിയ സാന്നിധ്യം കാണാൻ, അതിൽ നിങ്ങളോടൊപ്പം ചേർന്ന് അനുഭവിപ്പാൻ ദൈവം നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. എനിക്ക് മനസ്സിലാകുന്നത് ഒരു വലിയൊരു ഡിസൈപ്പിൾഷിപ്പിൻ്റെ ചലനത്തിന് വേണ്ടി ദൈവം നിങ്ങൾ വിളിച്ചിരിക്കുകയാണ്. അതാണ് നിങ്ങളുടെ വിളി, നിങ്ങളുടെ തെരഞ്ഞെടുപ്പ്. 100 കണക്കിന്, 1000 കണക്കിന് ദാസന്മാർ എറണാകുളത്തിന് വേണ്ടി, കേരളത്തിന് വേണ്ടി, ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി ഈ സ്ഥലത്ത് നിന്ന് ദൈവത്തിൻ്റെ കൃപയാൽ എഴുന്നേൽക്കുവാൻ പോകുകയാണ്. ഫസ്യബിയേക്കാൾ, ബ്രദർ സുരേഷിനേക്കാൾ ശക്തമായ, നിത്യത വിശ്രമിക്കുന്ന പാസ്റ്റർ റെജിയേക്കാളൊക്കെ ശക്തമായിട്ട് ദൈവത്തിൻ്റെ കൃപകൾ ശുശ്രൂഷിക്കുന്ന 1000 കണക്കിന്, 100 കണക്കിന് ദൈവദാസന്മാർ ദൈവകൃപകൾ എഴുന്നേൽക്കുക തന്നെ ചെയ്യും. സമയം അധികമില്ലല്ലോ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ 2 കരങ്ങളെ ഉയർത്തിയാട്ടെ. എല്ലാവരും അന്യഭാഷകളിൽ ശക്തമായി പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും ശബ്ദമുയർത്തി. യെസ്, നിങ്ങളുടെ ശബ്ദം നിങ്ങൾ കേൾക്കത്തക്ക രീതിയിൽ, നിങ്ങളുടെ ശബ്ദം നിങ്ങൾ കേൾക്കത്തക്ക രീതിയിൽ. Come on, pray in the Holy Spirit. Yes. Ram Shanthalana Meha Seto Lothuna Ramaseteni Andhalana Mauti Bikamana Rihasa Jibadana Mauti Bikamana Rikeni Andulena Mauti Alamana Babajana Diat Shanthala Hantanoro Bole Hemdunuromose Ramansi Chakadana Mount Yanamani Andara Ramansi Keni Andalinias. Mojanam Vindum Jananavum Nijapabi Anil Washipa നിന്നാത്മാവിൻ്റെ ദാനവും നീ തന്നു സ്വർഗാനുഗ്രഹങ്ങളും മോചനം വീണ്ടും ജനനവും നീചപാപിയന്നിൽ വർഷിപ്പാൻ നിന്നാത്മാവിൻ്റെ ദാനവും നീ തന്നു സ്വർഗാനുഗ്രഹങ്ങളും. കരങ്ങളും ശബ്ദമുയർത്തി. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും.
സ്തുതിച്ചിടും എന്നും. ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു. നിത്യമായി സ്നേഹിച്ചെന്നെ നിന്നെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. ഒരിക്കൽ കൂടെ. ഒന്നുമില്ലായ്മയിൽ നിന്നെ യേശുവേ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു. നിത്യമായി സ്നേഹിച്ചെന്നെ തന്നെ പുത്രനെ തന്നു രക്ഷിച്ചു. കരങ്ങളിൽ ശബ്ദം ഉയർത്തി സ്തുതിച്ചിടും എന്നും. One more time. കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും. സ്തുതിച്ചിടും എന്നും. കൃപ നിറഞ്ഞ കർത്താവേ, സ്വർഗ്ഗസ്ഥ അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങൾക്ക് ദേശത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒരിക്കൽ കൂടെ ഒരുമിച്ച് കൂടി വന്ന് അപ്പച്ചൻ്റെ കണ്ണുകളിലേക്ക് നോക്കുവാൻ, അങ്ങയുടെ സ്വരത്തെ കേൾപ്പാൻ, അങ്ങയുടെ കൃപയെ അനുഭവിപ്പാൻ, അങ്ങയാൽ പണിയപ്പെടുവാൻ, അങ്ങയാൽ ആശ്വസിപ്പിക്കപ്പെടുവാൻ, അങ്ങയാൽ ആകർഷിക്കപ്പെടുവാൻ ഒക്കെ കർത്താവ് നൽകിയിരിക്കുന്ന വിലയേറിയ സന്ദർഭത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പനെ 5 അപ്പത്തെ 2 മീനിനെ അങ്ങ് കയ്യിലെടുത്ത് വാഴ്ത്തി നുറുക്കി മുന്നിലിരുന്ന പുരുഷാരത്തെ തൃപ്തിപ്പെടുത്തിയല്ലോ. ഇന്ന് അങ്ങയുടെ സഭയെ അങ്ങ് തൃപ്തിപ്പെടുത്തുന്ന നല്ല പകലാക്കി കർത്താവ് മാറ്റുകയും നടത്തുകയും ചെയ്യും. പരിശുദ്ധാത്മാവേ, വചനത്തിന്റെ ആഴങ്ങളെ, വചനത്തിന്റെ മർമ്മങ്ങളെ ഞങ്ങളെ ഗ്രഹിപ്പിച്ചു ആട്ടെ. വചനം ശോഭിക്കാതെ ഹൃദയ കണ്ണുകളെ കുടാക്കുന്ന എല്ലാ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. ദൈവിക സ്വാതന്ത്ര്യം എല്ലാ ഉള്ളങ്ങളിൽ വെളിപ്പെടുമാറാകട്ടെ. സകലത്തിലെ യേശു കർത്താവിൻ്റെ നാമ മഹത്വം എടുക്കട്ടെ. ഞങ്ങൾ കുറയണം, അങ്ങ് വളരണം. അങ്ങയുടെ നാമം ഈ പട്ടണത്തിൽ മഹത്വം എടുക്കണം, ഈ രാജ്യത്തിൽ മഹത്വം എടുക്കണം. യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് പകലും രാത്രിയും നിങ്ങളോട് എന്ത് സംസാരിക്കണമെന്ന് ദൈവസന്നിധിയിൽ കാത്തിരിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലെ 2 ദൂതുകളാണ് എൻ്റെ ഹൃദയത്തിൽ കർത്താവ് നൽകിയത്. കടന്നു വന്നേ. ജനസിസ് ചാപ്റ്റർ 5 വേഴ്സസ് 21 to 24 followed by Jude verse 14 and 15. യൂദയുടെ ലേഖനം 14-15 വാക്യങ്ങൾ വായിക്കുന്നതിന് മുൻപ് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നമുക്കെല്ലാവർക്കും ശബ്ദമുയർത്തി വായിക്കാം. ശബ്ദമുയർത്തി എല്ലാവരും വായിച്ചാട്ടെ. സ്തോത്രം. ഹനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലേഹിനെ ജനിപ്പിച്ചു. മെഥൂശലേഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിന്റെ ആയുഷ്കാലമാകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ആമേൻ. യൂദയുടെ ലേഖനം ആദ്യത്തെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു. അവസാനത്തെ സെക്കൻഡ് ലാസ്റ്റ് ബുക്ക് 65-ാമത്തെ പുസ്തകമായ വേദപുസ്തകത്തിൽ 66 പുസ്തകമാണുള്ളത്. അതിൽ 65-ാമത്തെ പുസ്തകമായ യൂദയുടെ ലേഖനം 14-15 വാക്യങ്ങൾ കൂടെ നമുക്ക് വായിക്കാം. ആദാം മുതൽ 7-ാമനായ ഹാനോക്കും ഇവരെ കുറിച്ച്. ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവർത്തികളും നിമിത്തം, ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും
ആയിരം വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നുവെന്ന് പ്രവചിച്ചു. ഏഴാമനായ ഹാനോക്ക് പ്രവചിച്ചു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. പുതിയ നിയമം പറയുന്നു ഹാനോക്ക് പ്രവചിച്ചു. നാം കേൾക്കുവാൻ പോകുന്ന വിഷയത്തിന് ഒരു തലക്കെട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം: ഒറ്റയ്ക്ക് നടക്കരുത്. എങ്ങനെ നടക്കല്ലേ? ഒറ്റയ്ക്ക് നടക്കില്ല. പിന്നെ എങ്ങനെ നടക്കണം? ഇമ്മാനുവലിന്റെ കൂടെ നടക്കണം. ആമേൻ. കർത്താവിനോട്, ദൈവത്തോട് കൂടെ നടക്കണം. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എങ്ങനെ നടക്കണം? അതാണ് സേഫ്റ്റി, അതാണ് സുരക്ഷിതത്വം. ഒറ്റയ്ക്ക് നടന്നാൽ നാം തെറ്റിപ്പോകും, തകർന്നു പോകും, വഴുതിപ്പോകും, അശുദ്ധിയിലേക്ക് പോകും. പക്ഷേ കർത്താവിനോട് കൂടെ നടന്നാൽ അത് നമുക്ക് മാത്രമല്ല, നമ്മിലൂടെ ലക്ഷക്കണക്കിന് ജനത്തിന് അത് അനുഗ്രഹമായി തീരും. കോൾ ഇതാണ്. ദൈവം വിളിക്കുകയാണ്: മകനെ വരിക, മകളെ വരിക, നമുക്ക് ഒരുമിച്ച് നടക്കാം. ഒരിക്കൽ കൂടെ ദൈവം വിളിക്കുകയാണ്. ഇന്ന് പകൽ ദൈവം വിളിക്കുകയാണ്. സൺഡേ മാത്രമല്ല വരേണ്ടത്, ഞായറാഴ്ച 2.5 മണിക്കൂർ പരിപാടിയല്ല ഇത്. ഏത് ഉപവാസ പ്രാർത്ഥന കൊണ്ട് മാത്രം ഇത് നിർത്തരുത്. The actual essence of the Christian life, walking with God and talking with God. ദൈവത്തോട് കൂടെ നടക്കുന്നത്, ദൈവത്തോട് കൂടെ സംസാരിക്കുന്നത്, അതാണ് ക്രിസ്തീയ ജീവിതം. ഒരിക്കൽ കൂടെ, ദൈവത്തോട് കൂടെ നടക്കുന്നത്, ദൈവത്തോട് കൂടെ സംസാരിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. നമുക്കറിയാം, വീഴ്ചയ്ക്ക് മുമ്പ് ആദാമും ഹവ്വയും കർത്താവിനോട് കൂടെ മഹത്വത്തിൽ നടന്നിട്ടേയിരുന്നു. 2 പേർ മഹത്വത്തിൽ ദൈവത്തോട് കൂടെ നടക്കുകയാണ്. ഒരിക്കൽ കൂടെ, 2 പേർ മഹത്വത്തിൽ ദൈവത്തോട് കൂടെ നടക്കുകയാണ്. വേദപുസ്തകത്തിന്റെ ആരംഭത്തിൽ 2 പേർ ദൈവത്തോട് കൂടെ നടക്കുന്നു. പക്ഷെ വേദപുസ്തകത്തിന്റെ അവസാനം നോക്കുമ്പോൾ 2 പേരാണോ 20 പേരാണോ? വേദപുസ്തകത്തിന്റെ അവസാനം നോക്കുമ്പോൾ 2 പേരാണോ? പിന്നെ എത്ര പേര്? എണ്ണിക്കൂടാത്ത വലിയ മഹാപുരുഷാരം ദൈവത്തിന്റെ മഹത്വത്തിൽ ദൈവത്തോട് കൂടി ആയിരിക്കുന്നു. ഓ കമാൺ, ആ ഒരു പോസിറ്റീവ് മൈൻഡ് നമുക്കുണ്ടാകട്ടെ. വേദപുസ്തകത്തിന്റെ ആരംഭത്തിൽ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. വേദപുസ്തകത്തിന്റെ അവസാനത്തിൽ എണ്ണിക്കൂടാത്ത വലിയൊരു പുരുഷാരം കർത്താവിനോട് കൂടെ മഹത്വത്തിൽ നടക്കുകയാണ്. ദൂത് ഇതാണ്: ബൈബിളിന്റെ ആരംഭത്തെക്കാൾ ബൈബിളിന്റെ അവസാനം ഏറ്റവും നല്ലത്. ദൈവത്തോട് കൂടെ നടന്നാൽ ജീവിതത്തിന്റെ ആരംഭത്തെക്കാൾ ജീവിതത്തിന്റെ അവസാനം ഏറ്റവും നല്ലത്. ആമേൻ. ശുശ്രൂഷയുടെ ആരംഭത്തെക്കാൾ ശുശ്രൂഷയുടെ അവസാനം ഏറ്റവും നല്ലത്. 5 കാര്യങ്ങളുടെ വർധനവ് ഞാൻ പറഞ്ഞു. 5 പ്രസംഗമാണ്. സ്തോത്രം. 1, കൃപ വർദ്ധിക്കുന്നു. ശബ്ദം ഉയർത്തി. എന്താണ്? കൃപ വർദ്ധിക്കുന്നു. ആരെങ്കിലും പറഞ്ഞാട്ടെ, കൃപമേൽ കൃപ. 2, വിശ്വാസത്തിൽ വിശ്വാസം. വിശ്വാസത്തിൽ വിശ്വാസം. പറഞ്ഞു വിടല്ലേ, ഇതെല്ലാം ഈ നിമിഷങ്ങളിൽ സംഭവിക്കുന്നു. ഇന്ന് പകൽ മുതൽ ഇതെല്ലാം സംഭവിക്കുന്നു. കൃപ വർദ്ധിക്കുന്നു. എല്ലാവരുടെയും കൃപ വർദ്ധിക്കുന്നു. കൃപമേൽ കൃപ. വിശ്വാസത്തിൽ വിശ്വാസം. പിന്നെ നമ്പർ 3, ബലത്തിന്മേൽ ബലം. ബലത്തിന്മേൽ ബലം. നമ്പർ 4, ശക്തിയുടെ മേൽ ശക്തി. ശക്തിയുടെ മേൽ ശക്തി. നമ്പർ 5, ഫ്രം ഗ്ലോറി ടു ഗ്ലോറി. മഹത്വത്തിൽ നിന്ന് മഹത്വം. എല്ലാ വീടുകളും അതുണ്ടാകട്ടെ, എല്ലാ പപ്പയിലും ഉണ്ടാകട്ടെ, എല്ലാ അമ്മയിലും ഉണ്ടാകട്ടെ, എല്ലാ കുഞ്ഞുങ്ങളും ഉണ്ടാകട്ടെ. കൃപയിൽ നിന്ന് കൃപ, വിശ്വാസത്തിൽ വിശ്വാസം, ബലത്തിൽ നിന്ന് ബലം, ശക്തികളിൽ നിന്ന് ശക്തി, മഹത്വത്തിൽ നിന്ന് മഹത്വം. ഖമാൻ. സോ ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ ആരംഭത്തെക്കാൾ അവസാനം ഏറ്റവും നല്ലത്. 2 പേർ ദൈവത്തോട് കൂടെ നടന്നു. അബ്രഹാം ദൈവത്തിന്റെ മുൻപിൽ നടന്ന് നിഷ്കളങ്കനായിരുന്നു. അബ്രഹാം ദൈവത്തിന്റെ മുൻപിൽ നടന്ന് നിഷ്കളങ്കനായിരുന്നു. വീണ്ടും മോശ തനിയെ നടന്നില്ല. 30 ലക്ഷത്തെ മഹത്വത്തിന് കീഴിൽ നടത്തുകയുണ്ടായി. മോശ നടക്കുക മാത്രമല്ല ചെയ്തത്, മോശ നടത്തുകയും കൂടെ ചെയ്യുകയുണ്ടായി. ശുശ്രൂഷകന്മാരെ നോക്കി ഞാൻ പറയുകയാണ്, നിങ്ങൾ നടക്കുക മാത്രമല്ല ചെയ്യുന്നത്, പകരം നിങ്ങൾ ലക്ഷക്കണക്കിന് ജനത്തെ ദൈവകൃപയാൽ നിങ്ങൾ നടത്തുവാൻ വേണ്ടി പോകുന്നു. അത് പറഞ്ഞപ്പോൾ ചിലർ എന്നെ തുറച്ചു നോക്കി. 1,00,000 പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. മോശയുടെ ഗ്ലോറിയേക്കാൾ വലിയ ഗ്ലോറിയാണ് ന്യൂ ടെസ്റ്റ്മെന്റ് ഗ്ലോറി. മോശയുടെ സർക്കംഫറൻസിന് 30 ലക്ഷം, 3 മില്യൺ മാത്രമേ ഒതുക്കാൻ കഴിഞ്ഞുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നു ആ 3 മില്യനേക്കാൾ 30 ലക്ഷത്തെക്കാൾ മോശയുടെ അംബ്രലയ്ക്ക്, മോശയുടെ മുഖത്തിന് 3 മില്യൺ
30 ലക്ഷം ആൾക്കാരെയാണ് നടത്താൻ കഴിഞ്ഞത്. പക്ഷെ പുതിയ നിയമത്തിൽ പൗലോസ് പറയുന്നത് 2 കൊരിന്ത്യർ 3 വായിക്കുമ്പോൾ അതിനേക്കാൾ വലിയ മഹത്വമാണ് പുതിയ നിയമത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നിങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് എഡിറ്റ് ചെയ്തു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ആരാ പ്രസംഗിക്കുന്നതെന്ന് പോലും എനിക്ക് തന്നെ മനസ്സിലായില്ല. മനസ്സിലായോ? നിങ്ങളെ ഭയങ്കരമായിട്ട് എൻ്റെ ഷേപ്പ് അങ്ങ് മാറ്റി നിർത്തി. എന്തോ ബ്യൂട്ടിഫുൾ കട്ടിങ്ങാ. ഓക്കെ, ഗുഡ്. വേദപുസ്തകം പറയുന്നത് കർത്താവിനോട് കൂടെ നടത്താൻ. എൻ്റെ വിഷയം ഇതാണ്. ഇതുപോലെ അനേക മണിക്കൂറുകളിൽ നിന്ന് പറവാൻ കഴിയും, പക്ഷേ നിശ്ചിത സമയത്ത് നിർത്തണമല്ലോ. ദൈവത്തോട് കൂടെ നടക്കുന്നവനെങ്കിൽ, ദൈവത്തോട് നീ കൂടെ നടക്കുന്നവനെങ്കിൽ ഈ തലമുറയെ തന്നെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു വലിയ പ്രവാചകനായി, വലിയൊരു പ്രവാചകിയായി ആരൊക്കെയോ ദൈവം ഇന്ന് പകൽ ഇവിടെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോകുകയാണ്. ഫറവോന്റെ മുൻപിൽ നിന്ന ഒരു യോസെഫിനെ പോലെ, നെബൂഖദ്നേസറിന്റെ മുൻപിൽ നിന്ന ഒരു ദാനിയേലിനെ പോലെ, Thus says the Lord, ദൈവം ഇങ്ങനെ അരുളി ചെയ്യുന്നു എന്ന് പറയുന്ന കാലഘട്ടത്തിന്റെ ശബ്ദം ചുമക്കുന്ന പ്രവാചകന്മാർ, അപ്പാ ഞങ്ങളെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കണമേ, ഞങ്ങളെ ആക്കി തീർക്കണേ. ഹല്ലേലൂയ. സോ ദൈവത്തോട് കൂടെ നടക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. വേദപുസ്തകത്തിൽ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ പട്ടണത്തിൽ ക്രിസ്തീയ ജീവിതം ഓട്ടം എന്ന് പറയുന്നുണ്ട്. ഓട്ടം എന്ന് പറയുന്നു മെറ്റഫറോ പല ഉപമകളിൽ. സ്തോത്രം. ക്രിസ്തീയ ജീവിതം അതെ യുദ്ധക്കളം എന്ന് പറയുന്നു, യുദ്ധം എന്ന് പറയുന്നുണ്ട്, അതുപോലെ ഓട്ടം എന്ന് പറയുന്നുണ്ട്. അതുപോലെ ക്രിസ്തീയ ജീവിതം വിവിധ നടപ്പുകൾ എന്ന് പറയുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ഈ ദൂത് ബാക്കി എല്ലാവരോടും പ്രസംഗിക്കാൻ കോപ്പിറൈറ്റ് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നോ പ്രോബ്ലം. സ്തോത്രം. അതെ, കർത്താവിൻ്റെ കൂടെ നടക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. എങ്ങനെയാണ് നടക്കുന്നത്? 2 കൊരിന്ത്യർ 5:7 പറയുന്നു, കാഴ്ചയാലല്ല. 2 കൊരിന്ത്യർ 5:7 കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ് നടക്കുന്നത്. ശബ്ദം ഉയർത്തി പറഞ്ഞു, എങ്ങനെയാണ് നടക്കുന്നത്? കാഴ്ചയാലല്ല, ഈ വിശ്വാസത്തിന്റെ നടപ്പെന്ന് പറയുന്നത് നാച്ചുറൽ അല്ല, സൂപ്പർ നാച്ചുറൽ ആണ്. പത്രോസ് ആദ്യം കടലിന്മേൽ നടന്നു. യേശുവിന്റെ വിളി വന്നപ്പോൾ വെള്ളത്തിന്റെ മുകളിൽ നടന്നു. കരയിൽ നടന്നതുപോലെ വെള്ളത്തിന്മേൽ നടക്കാൻ കഴിയുന്നെങ്കിൽ അതിന്റെ പേരാണ് വിശ്വാസത്തിന്റെ നടപ്പ്. നിങ്ങളുടെ വീട്ടിൽ ഓരോ കാര്യങ്ങൾ ഇന്ന് പകൽ മുതൽ നടക്കുന്നത് നാച്ചുറൽ ആയിരിക്കത്തില്ല, സൂപ്പർ നാച്ചുറൽ ആയിരിക്കും. ആ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ആ കുട്ടിയുടെ വിവാഹം, സ്തോത്രം. അതേ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ അങ്ങേതലെ തോമാച്ചൻ്റെ വീട്ടിൽ, ദൈവമില്ലാത്ത ചാക്കോച്ചൻ്റെ വീട്ടിൽ നടക്കുന്നത് പോലെയല്ല നടക്കുന്നത്. അടുത്ത സെന്റൻസ് ഇമ്പോർട്ടൻ്റ്. വഴിയുണ്ടെങ്കിൽ നടക്കുന്നതല്ല വിശ്വാസത്തിന്റെ നടപ്പ്, ഇല്ലാത്ത വഴിയെ ഉണ്ടാക്കി നടക്കുന്നതാണ് വിശ്വാസത്തിന്റെ നടപ്പ്. ഒരിക്കൽ കൂടെ, വഴിയുണ്ടെങ്കിൽ നടക്കാമെന്ന് പറയുന്നത് നാച്ചുറൽ ആണ്. വഴിയുണ്ടെങ്കിൽ ഏതവനും നടക്കും, പക്ഷെ ഇല്ലാത്ത വഴിയെ ഉണ്ടാക്കി നടക്കുകയാണ്. അപ്പൊ ഫറവോൻ പറഞ്ഞു എനിക്ക് നടക്കണം, ഫറവോൻ പറഞ്ഞു എനിക്ക് നടക്കണം. അപ്പൊ ദൈവം പറഞ്ഞു, എക്സ്ക്യൂസ് മീ, ഇത് പഞ്ചായത്ത് റോഡല്ല, ഞാനിപ്പോ ഉണ്ടാക്കിയത് ഇത് പഞ്ചായത്ത് റോഡല്ല, ഇത് എൻ്റെ മക്കളുടെ പ്രൈവറ്റ് റോഡാ. എൻ്റെ പിള്ളേര് മാത്രം നടന്നാൽ മതി. അതുകൊണ്ട് കാഴ്ചയാലല്ല, വിശ്വാസത്താൽ നടക്കുക. മീഖാറിന്റെ 8 പറയുന്നു, വാക്ക് ഇൻ ഹ്യൂമിലിറ്റി, താഴ്മയോടെ നടക്കുക, താഴ്മയോടെ നടക്കുക. ദൈവമക്കൾക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ് താഴ്മ. മന്ന വരുന്നത് മേലെ നിന്നാണ്. പക്ഷെ മൈക്കൽ ജോർഡനെ പോലെ ചാടി പിടിച്ചല്ല മന്ന പിടിക്കേണ്ടത്, കുനിഞ്ഞാലേ മന്ന എടുക്കാൻ പറ്റത്തുള്ളൂ. താഴ്മയുള്ളവന് ദൈവം കൃപ നൽകുന്നു. അതുകൊണ്ട് ഞങ്ങൾ വലിയ കുടുംബക്കാര്, ഞങ്ങൾ വലിയ വിദ്യാഭ്യാസമുള്ളവര്, എൻ്റെ ഉപ്പപ്പാന് പണ്ട് വലിയ താഴ്മയുള്ളവന് ദൈവം കൃപ കൊടുക്കുന്നു. കുടുംബം പറയാതെ, ജാതി പറയാതെ, വലിയ തലക്കനം പറയാതെ അതെല്ലാം മാറ്റിവെക്ക്. താഴ്മയുള്ളവന് ദൈവം കൃപ കൊടുക്കും. D.L. മൂഡി പറഞ്ഞു, ഞാൻ വിശ്വാസ ജീവിതം ആരംഭിച്ചപ്പോൾ, D.L. മൂഡി പറയുകയാണ്, വിശ്വാസ ജീവിതം ആരംഭിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ ജീവിതമാകുന്ന അലമാരയിൽ ഏറ്റവും മുകളിലാണ് വലിയ അനുഗ്രഹങ്ങളെ ദൈവം വെക്കുന്നത്. പക്ഷെ കാലാന്തരത്തിൽ എനിക്ക് മനസ്സിലായി, ചെറിയ അനുഗ്രഹങ്ങളെ ദൈവം ഏറ്റവും മുകളിൽ വെച്ചിട്ട് എൻ്റെ ജീവിതമാകുന്ന അലമാരയിൽ വലിയ അനുഗ്രഹങ്ങളെ കർത്താവ് ഏറ്റവും അടിയിലാണ് വെക്കുന്നത്. അതുകൊണ്ട് വലുത് കിട്ടണമെങ്കിൽ ഞാൻ കുനിഞ്ഞാലേ പറ്റത്തുള്ളൂ. താഴ്മയോടെ നടന്നാട്ടെ.
വിശ്വാസത്തിൽ നടക്കുന്നു, താഴ്മയിൽ നടക്കുന്നു. 3 യോഹന്നാൻ 4 വാക്യം പറയുന്നു, വാക്ക് ഇൻ ട്രൂത്ത്, സത്യത്തിൽ നടക്കുന്നു, സത്യത്തിൽ നടക്കുന്നു. യെസ്, 2 കൊരിന്ത്യർ ലേഖനം 2-ാം വാക്യം, വാക്ക് ഇൻ വിക്ടറി, വാക്ക് ഇൻ വിക്ടറി. ക്രിസ്തുവിൽ നമ്മെ ജയോത്സവമായി വഴി നടത്തുന്നു, ക്രിസ്തുവിൽ നമ്മെ ജയോത്സവമായി വഴി നടത്തുന്നു. റോമ പട്ടണത്തിന്റെ തെരുവിൽ ജയിച്ചിട്ട് വരുന്നതായ ആർമി, സ്തോത്രം, അതെ, ജയിച്ച ആർമി ശത്രുവിനെ തോൽപ്പിച്ച് നടക്കുന്നത് പോലെ എറണാകുളം പട്ടണത്തിലെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ചെറിയ യുദ്ധങ്ങളാകട്ടെ, വലിയ യുദ്ധങ്ങളാകട്ടെ, സകല യുദ്ധങ്ങളെ ജയിച്ച് തല ഉയർത്തി നടക്കുവാൻ പോകുന്നു. നിങ്ങൾ നോക്കി, ഞാൻ പറഞ്ഞതാണ് കേട്ടോ. നിങ്ങളുടെ കസിൻസിൻ്റെ മുൻപിൽ, നിങ്ങളുടെ ബന്ധുക്കളുടെ മുൻപിൽ, നിങ്ങളുടെ അയൽവാസികളുടെ മുൻപിൽ നിങ്ങളുടെ തല ഒരിക്കലും കുനിയുവാൻ പോകുന്നില്ല. നിങ്ങളെ തുറച്ചു നോക്കുന്നവർ മുൻപിൽ നിങ്ങൾ തല ഉയർത്തി ജയിച്ച് നടക്കുവാൻ പോകുന്നു. ജയോത്സവമായി ദൈവം നമ്മെ നടത്തുന്നു. എഫേസ്യർ 5:2 പറയുന്നു, സ്നേഹത്തിൽ നടക്കുന്നു. ശബ്ദവിധത്തിൽ പറഞ്ഞാട്ടെ, എങ്ങനെ നടക്കുന്നു? സ്നേഹത്തിൽ. സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ, എറണാകുളത്ത്, കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവർ എവിടെയാണ്? ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവർ ആ സഭയിലാണ്. കാരണം ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് മഷി കൊണ്ടല്ല, ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് സ്നേഹം കൊണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അടുത്തിരിക്കുന്നവർ നോക്കി ഒന്ന് പറഞ്ഞാട്ടെ, സ്നേഹത്തിൽ നടക്കുന്നു. പറഞ്ഞേ, സ്നേഹത്തിൽ നടക്കുന്നു, വിശ്വാസത്തിൽ നടക്കുന്നു, താഴ്മയോടെ നടക്കുന്നു, സത്യത്തിൽ നടക്കുന്നു. അതെ, സ്തോത്രം. ജയത്തിൽ നടക്കുന്നു, സ്നേഹത്തിൽ നടക്കുന്നു. 1 യോഹന്നാൻ 1:7 പറയുന്നു, വെളിച്ചത്തിൽ നടക്കുന്നു. 1 യോഹന്നാൻ 1:7 പറയുന്നു, വെളിച്ചത്തിൽ നടക്കുന്നു. അതിനർത്ഥം ഹൈഡ് ചെയ്യാൻ ഒന്നുമില്ല, എനിക്ക് മറയ്ക്കാൻ ഒന്നുമില്ല. ഇതിൻ്റെ പേര് ഫോണാണ്. ഇത് മേടിച്ചപ്പോൾ തന്നെ അവിടെ കടയിൽ വെച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത അവരുടെ പൂട്ടിനേക്കാൾ വലിയ പാസ്വേഡ് ഇട്ടാൽ നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുന്നത്. കാരണം നമുക്ക് മറയ്ക്കാൻ ഏതാണ്ട് ഉണ്ട്. പക്ഷെ യേശു അപ്പച്ചന് തൻ്റെ ശിഷ്യന്മാരുടെ മുൻപിൽ മറയ്ക്കാൻ ഒന്നുമില്ല. ഓ കർത്താവേ, കാത്തോളേപ്പാ. യേശു കർത്താവ് 12 ശിഷ്യന്മാരുടെ മുൻപിൽ വച്ച്, സ്തോത്രം, അവൻ വസ്ത്രം മാറുകയാണ്. അത് ധ്യാനിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവേ, 12 പേരുടെ മുൻപിൽ വെച്ച് വസ്ത്രം മാറി അരയിൽ തൂവാല ചുറ്റി, അതിൻ്റെ അർത്ഥം എന്താണ്? പരിശുദ്ധാത്മാവ് പറഞ്ഞു, അവന് തൻ്റെ ലീഡേഴ്സിൻ്റെ മുൻപിൽ മറയ്ക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തോ ട്രാൻസ്പെറൻറ്റ് ലൈഫ്. അതാണ് എൻ്റെ ദൂത്, ട്രാൻസ്പെറൻറ്റ് ലൈഫ്. കാരണം വാക്ക് ഇൻ ലൈറ്റ്, വെളിച്ചത്തിൽ നടക്കുന്നു. 2-3 കാര്യം പറഞ്ഞ് നമുക്ക് ദൂതിലേക്ക് വരാമേ. സ്തോത്രം. അതെ, പ്ലീസിങ് ഗാഡ്, ദൈവത്തെ പ്രസാദിപ്പിച്ചും കൊണ്ട് നടക്കുന്നു. കൊലോസ്യ ലേഖനം 1-ാം വാക്യം. സ്തോത്രം. ദൈവത്തെ പ്രസാദിപ്പിച്ചും കൊണ്ട് നടക്കുന്നു, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. ചുറ്റും നിൽക്കുന്ന അച്ചാച്ചന് ഇഷ്ടപ്പെട്ടോ, ഡീക്കൻ ഇഷ്ടപ്പെട്ടോ, ഡീമൺ ഇഷ്ടപ്പെട്ടോ, നോ 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 നോ. മനുഷ്യന്റെ കയ്യടിയല്ല നമുക്ക് വേണ്ടിയത്, മനുഷ്യന്റെ കൈവടിയല്ല നമുക്ക് വേണ്ടിയത്. യഥാർത്ഥ ഓഡിയൻസ് ഭൂമിയിലല്ല, സ്വർഗമാണ് എൻ്റെ ഓഡിയൻസ്. ഒരിക്കൽ കൂടെ എൻ്റെ ആക്ച്വൽ ഓഡിയൻസ് മനുഷ്യനല്ല, എൻ്റെ ആക്ച്വൽ ഓഡിയൻസ് ഹെവനാണ്. സ്വർഗം കുനിഞ്ഞു നോക്കി പറയണം, ദിസ് ഈസ് മൈ ബിലവഡ് സൺ ഇൻ ഹിം whom I am well pleased. ലാസ പുറത്തു വന്നപ്പോഴല്ല കർത്താവ് പിതാവായ ദൈവം അത് പറഞ്ഞത്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോഴല്ല പറഞ്ഞത്. ശുശ്രൂഷ കൊണ്ടല്ല സ്വർഗം, സ്തോത്രം, അതേ, ചലിച്ചത്. ഒരിക്കൽ കൂടെ, ശുശ്രൂഷ കൊണ്ടല്ല സ്വർഗം ചലിച്ചത്, ജീവിതം കൊണ്ടാണ് സ്വർഗം ചലിച്ചത്. ഹല്ലേലൂയ. സുരേഷ് ബാബുവിൻ്റെ പ്രസംഗം കൊണ്ട് സ്വർഗം ചലിക്കത്തില്ല, സുരേഷ് ബാബുവിൻ്റെ ജീവിതം കണ്ടാണ് കർത്താവ് പറയേണ്ടത്. പ്ലീസിങ് ദ ഹാർട്ട് ഓഫ് ഗാഡ്, ദൈവത്തെ പ്രസാദിപ്പിച്ചും കൊണ്ട് നടക്കുന്നു. സ്തോത്രം. റോമർ 13:13 പറയുന്നു, വാക്ക് ഇൻ ഡീസൻസി, മര്യാദയോടെ നടക്കുന്നു. സ്തോത്രം. ട്രാഫിക്കിൻ്റെ റെഡ് ലൈറ്റ് കട്ട് ചെയ്ത് ആരും എഴുതണമെന്നില്ല ആ പോയിന്റ്. മര്യാദയോടെ നടക്കുന്നു. മര്യാദയോടെ. സ്തോത്രം. അതെ, പകൽ സമയത്ത് എന്നപോലെ നാം മര്യാദയായി നടക്കുക. എങ്ങനെ നടക്കുക? മര്യാദയായി നടക്കുക. സ്തോത്രം. ഹല്ലേലൂയ. എഫെസ്യർ 4:1-2 പറയുന്നു, വാക്കിംഗ് അക്കോർഡിംഗ് ടു ദ വർതി ഓഫ് അവർ കോളിംഗ്, നമ്മുടെ വിളി അനുസരിച്ച് നടക്കുന്ന. വാക്കിംഗ് അക്കോർഡിംഗ് ടു ദ വർതി ഓഫ് അവർ കോളിംഗ്. അതിൻ്റെ അർത്ഥം അപ്പോസ്തലൻ ജീവിക്കുന്ന പോലെയല്ല പ്രവാചകൻ ജീവിക്കുന്നത്, പ്രവാചകനെ പോലെയല്ല സുവിശേഷൻ ജീവിക്കുന്നത്, സുവിശേഷകനെ പോലെയല്ല ഇടയൻ ജീവിക്കുന്നത്, ഇടയനെ പോലെയല്ല സ്തോത്രം ഉപദേഷ്ടാവ് ടീച്ചർ ജീവിക്കുന്നത്, എവരാരെയും പോലെയല്ല പിന്മാറ്റക്കാരൻ ജീവിക്കുന്നത്. സോ ഏത് വിളിയാണോ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് അതനുസരിച്ചായിരിക്കണം നമ്മൾ നടക്കേണ്ടത്. ആമേൻ. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞേ.
ദൈവം നിങ്ങളെ പെട്രോളായി വിളിച്ചിരിക്കുന്നു. അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ആ ടാങ്കിനകത്ത് കിടന്നോ. ടാങ്ക് ഏത്? മറ്റേ ബൈക്കിന്റെ ടാങ്ക്. ദൈവം നിന്നെ പെട്രോളായി വിളിച്ചിരിക്കുന്നെങ്കിൽ ആ കാറിന്റെയും ബൈക്കിന്റെ ടാങ്കിനകത്ത് അടങ്ങി ഒതുങ്ങി കിടന്നോ. ഇല്ല, എനിക്ക് ഈവനിങ് വാക്കിന് പോണം, നാളെ നീ കാണത്തില്ല. മനസ്സിലായോ? സ്തോത്രം. ദൈവം നിന്നെ ഐസ്ക്രീമായി വിളിച്ചിരിക്കുന്നു, മര്യാദയ്ക്ക് ഫ്രിഡ്ജിനകത്ത് കയറിക്കോ. അതിനർത്ഥം ദൈവം എന്തിനു വേണ്ടി ദൈവം നിങ്ങൾ വിളിച്ചിരിക്കുന്നു അതനുസരിച്ചായിരിക്കണം നിങ്ങളുടെ ലൈഫ്. സ്തോത്രം. അതെ, we have to walk according to the worthy of our calling. അവസാനമായി 10ാമതായി സ്തോത്രം, walk in spirit. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. എല്ലാവർക്കും അറിയാം ഗലാത്യലേഖനം 5:16 സ്തോത്രം. അതെ, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. റിസൾട്ട് എന്താണ്? ജഡത്തിന്റെ പ്രവൃത്തികളെ നിവർത്തിക്കുകയില്ല. അപ്പൊ പാപത്തെ ജയിക്കുന്നത്, ലോകത്തെ ജയിക്കുന്നത്, സാത്താന്യ തന്ത്രങ്ങൾ ജയിക്കുന്നത് ആത്മാവിൽ നടക്കുമ്പോഴാണ്. സ്തോത്രം. അപ്പോൾ മനസ്സിലായി, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, അങ്ങനെയെങ്കിൽ ജഡത്തിന്റെ പ്രവൃത്തിയെ നിങ്ങൾ നിവർത്തിക്കയില്ല. സ്തോത്രം. ഒരിക്കൽ കൂടെ, വിശ്വാസത്തിൽ നടന്നാട്ടെ, താഴ്മയിൽ നടന്നാട്ടെ, സത്യത്തിൽ നടന്നാട്ടെ, ജയിച്ച് നടന്നാട്ടെ, പിന്നെ സ്നേഹത്തിൽ നടന്നാട്ടെ, വെളിച്ചത്തിൽ നടന്നാട്ടെ, പ്ലീസിങ് ഗാഡ്, ദൈവത്തെ പ്രസാദിച്ചുകൊണ്ട് നടന്നാട്ടെ, മര്യാദ പ്രകാരം നടന്നാട്ടെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും അനുസരിച്ച് നടന്നാട്ടെ, നിങ്ങൾ ആത്മാവിൽ നടന്നാട്ടെ. സ്തോത്രം. ടൈറ്റിൽ ഇതാണ്, ഒറ്റയ്ക്ക് നടക്കല്, കർത്താവിനോട് ചേർന്ന് നടന്നാട്ടെ. ഒറ്റയ്ക്ക് നടക്കല്, ഇമ്മാനുവേലിന് കൂടെ നടന്നാട്ടെ. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞേ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് in the time of apostasy, വിശ്വാസത്യാഗത്തിന്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു സമയത്ത് തന്നെ ഭൂരിപക്ഷം ആൾക്കാർ പള്ളി വേണ്ട, കർത്താവ് വേണ്ട, കൂട്ടായ്മ വേണ്ട എന്നൊക്കെ പറഞ്ഞ വിശ്വാസത്യാഗം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നത്തെ തലമുറ പോലെയുള്ളതായ തലമുറയില് കയീന്റെ വംശാവലിയിൽപ്പെട്ട എല്ലാവരും ദൈവത്തിൽ നിന്ന് അകന്ന് നടന്നപ്പോൾ, ഒരിക്കൽ കൂടെ, കയീന്റെ വംശാവലിയിൽപ്പെട്ട ഒത്തിരി പേർ ദൈവത്തിൽ നിന്ന് അകന്ന് നടന്നപ്പോൾ, ശേത്തിന്റെ വംശാവലിയിൽപ്പെട്ട ഒരാള് ദൈവത്തോട് കൂടെ നടന്നു. ശേത്തിന്റെ സ്തോത്രം, അതെ സ്തോത്രം, വംശാവലിയിൽപ്പെട്ടതായ ഒരാള് ദൈവത്തോട് കൂടെ നടന്നു. അവന്റെ പേരാണ് ഹാനോക്ക്. ഹാനോക്ക് എന്ന പദത്തിനർത്ഥം ടീച്ചർ എന്നാണ്, അധ്യാപകൻ എന്നാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹാനോക്ക് എന്ന പദത്തിനർത്ഥം ടീച്ചർ എന്നാണ്, അധ്യാപകൻ എന്നാണ്. അതിനർത്ഥം അവൻ്റെ ജീവിതത്തിൽ നിന്നും അവൻ്റെ ശുശ്രൂഷയിൽ നിന്നും നമുക്കൊത്തിരി പാഠങ്ങൾ പഠിക്കാനുണ്ട്. സ്തോത്രം. എപ്പോഴാണ് ജീവിതം പാഠമാകുന്നത്? നിങ്ങളൊരു 5ാം സുവിശേഷമാകുമ്പോഴാണ് സ്തോത്രം നിങ്ങളുടെ ജീവിതം ഒരു പാഠമാകുന്നത്. 5ാം സുവിശേഷം ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, എന്താണ് 5ാം സുവിശേഷം? മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, 4 സുവിശേഷം എഴുതിയ സുവിശേഷം, നിങ്ങൾ ജീവിക്കുന്ന സുവിശേഷം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ, 4 സുവിശേഷം എഴുതപ്പെട്ട സുവിശേഷം, 5ാമത്തെ സുവിശേഷം ജീവിക്കുന്ന സുവിശേഷം. നിങ്ങൾ ജീവിക്കുന്ന സുവിശേഷമായി ജീവിക്കുമ്പോൾ നിങ്ങളെ കാണുന്നവർ, നിങ്ങളെ അറിയുന്നവർ, അവർ നിങ്ങളെ കോപ്പിയടിക്കാൻ വേണ്ടി തുടങ്ങും. അർത്ഥം സ്തോത്രം. അതെ, കാരണം നിങ്ങൾ തോറ്റവരല്ല, പകരം നിങ്ങൾ ജയിച്ച ദൈവത്തിന്റെ കൃപയാൽ ജീവിക്കുന്നവരാണ്. കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറയണം. തിരുവചനം പറയുന്നു, സ്തോത്രം, ഹാനോക്ക് എന്ന പദത്തിന് അർത്ഥം സ്തോത്രം ടീച്ചർ എന്നാണ്, അഥവാ അധ്യാപകൻ, ഉപദേഷ്ടാവ് എന്നാണ്. തൻ്റെ 65ാമത്തെ വയസ്സിൽ അവന് ദൈവം ഒരു മകനെ നൽകി. അവൻ്റെ പേരാണ് സ്തോത്രം മെഥൂശലേം. സ്തോത്രം മെഥൂശലേം. മെഥൂശലേം എന്ന വാക്കിനർത്ഥം ആഫ്റ്റർ ഹിസ് ഡെത്ത് destruction shall come. അവൻ്റെ മരണത്തിന് ശേഷം നാശം കടന്നു വരും. ഒരിക്കൽ കൂടെ, അവൻ്റെ മരണത്തിന് ശേഷം നാശം കടന്നു വരും. അവൻ്റെ പേരിൽ തന്നെ ഒരു ദൂതുണ്ട്. അവൻ്റെ മരണശേഷമേ നാശം കടന്നു വരികയുള്ളൂ. സ്തോത്രം. വളരെ ശക്തമായി ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൂത് ഉണ്ട് എങ്കിൽ, നിങ്ങൾ ദൂത് വാഹിയെങ്കിൽ, ദൂത് ചുമക്കുന്നവരെങ്കിൽ, ഒരിക്കലും നാശം നിങ്ങൾ കാണുകയില്ല. ബ്യൂട്ടിഫുൾ. നിങ്ങൾ ഒരു ദൂത് ചുമക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ ഒരിക്കലും തകർച്ച, നാശം നിങ്ങൾ കാണുകയില്ല. കാര്യം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അപ്പുറത്തെ ലോക്കൽ പോലീസ് അല്ല, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആ മെസ്സേജാണ്. യെസ്, ശബ്ദമുയർത്തി. യെസ്, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആ ദൂതാണ്. ആ ദൂത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ആ സന്ദേശം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും.
ഹല്ലേലൂയ. ചിന്തിച്ചാട്ടെ, പണ്ട് കാലത്ത് വേദപുസ്തക ദിവസങ്ങളിൽ സ്തോത്രം കഴുതപ്പുറത്ത് അല്ലെങ്കിൽ മിക്കവാറും കുതിരപ്പുറത്ത് രാജാക്കന്മാര് സ്തോത്രം അതേ സന്ദേശവാഹകരെ അയക്കുകയാണ്. അവർ സന്ദേശം കൊണ്ടിങ്ങനെ സഞ്ചരിക്കുമ്പോൾ രാജാവ് അയക്കുകയാണ്. അവനെ തൊടാൻ പറ്റത്തില്ല, അവനെ തടയാൻ പറ്റത്തില്ല. എക്സാക്ട്ലി ദ സെയിം മാനർ കാലഘട്ടത്തിന്റെ ദൂതമായി രാജാതി രാജാവ് വ്യക്തിയായി കുടുംബമായി നിങ്ങളെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ ശബ്ദം കൊച്ചിയിൽ ദൈവ ശബ്ദമാണ്. കമാൺ ഒരിക്കൽ കൂടെ നിങ്ങളുടെ ശബ്ദം ദൈവ ശബ്ദമാണ്. ഇന്ന് പകൽ മുതൽ നിങ്ങളുടെ ശബ്ദം ദൈവ ശബ്ദം. നീ അധരം തുറക്കുമ്പോൾ പെരിയാർ കവിഞ്ഞൊഴുകുന്നത് പോലെ ദൈവത്തിന്റെ ശബ്ദം യേശുവിന്റെ നാമത്തിൽ കവിഞ്ഞൊഴുകുവാൻ പോകുന്നു. നിങ്ങളുടെ അധരത്തിൽ നിന്ന് വരുന്ന ഒരക്ഷരം പോലും നിലത്തി വീഴുവാൻ ദൈവം സമ്മതിക്കുകയില്ല. സഹോദരങ്ങളെ, ആത്മതലത്തിന്റെ പീക്കിൽ വെളിപ്പെടുന്ന ഒരു കാര്യം പറയട്ടെ. വാട്ട് എവർ യു സേ, നീ എന്തു പറയോ അത് ദൈവം ചെയ്യും. പക്ഷെ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. നമ്മുടെ നാവ് കോമൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ചുമ്മാതെ നമുക്ക് എല്ലില്ല എന്ന് പറഞ്ഞ നാവ് ഉപയോഗിക്കാൻ കഴിയത്തില്ല. കൂടുതൽ കേട്ട് കുറച്ച് പറയാം. കേൾപ്പാൻ വേഗതയും. നിങ്ങൾക്കത് അറിയാം. ആ ക്ലബിലേക്ക് സ്വാഗതം. മെഥൂശലേം എന്ന് പറഞ്ഞാൽ അവന്റെ പേരിൽ തന്നെ ഒരു ദൂതുണ്ട്. അവൻ ജീവിച്ചിരിക്കുമ്പോൾ നാശം കാണുകയില്ല. വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചിരുന്ന ആള് മെഥൂശലേമാണ്. 969. അദ്ദേഹം മരിച്ചപ്പോൾ, മെഥൂശലേം മരിച്ച് അദ്ദേഹത്തെ അടക്കുമ്പോഴാണ് തൽമൂദ് പറയുന്നു 969 വർഷം. സ്തോത്രം. അദ്ദേഹം മരിച്ച് അദ്ദേഹത്തെ അടക്കുമ്പോൾ ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ വീഴാൻ തുടങ്ങി. അതായിരുന്നു ആദ്യത്തെ മഴ, വെള്ളപ്പൊക്കത്തിന്റെ മഴ. നോഹയുടെ വെള്ളപ്പൊക്കം, ആദ്യത്തെ മഴ, വെള്ളപ്പൊക്കത്തിന്റെ മഴ. പക്ഷേ സ്തോത്രം, ആ വെള്ളപ്പൊക്കത്തിന്റെ നാശം സ്തോത്രം മെഥൂശലേം കണ്ടില്ല. കാരണം അവന്റെ മേലുള്ള ദൂത് ഇതാണ്. നിങ്ങളുടെ ഫാമിലി പിക്ചർ ഞാൻ ഒന്ന് വരയ്ക്കുകയല്ല, ഒന്ന് പറയട്ടെ. ഫാമിലി പിക്ചർ പറയുമ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹല്ലേലൂയ. 19ാമത്തെ ദിവസം സ്വർഗം ഒരു ഫാമിലി പിക്ചർ കൈമാറുകയാണ്. അപ്പൻ ടീച്ചർ, മകൻ പ്രോഫറ്റ്. കാരണം മോന് ഇട്ട പേര് പ്രൊഫറ്റിക് നെയിമാണ്. സ്തോത്രം. പ്രവചന ദൂതിന്റെ ശബ്ദമായിരുന്നു മെഥൂശലേം. സ്തോത്രം. am I right? കാര്യം സ്തോത്രം, നീ ഒരിക്കലും ജീവനോടെ ഇരിക്കുമ്പോൾ നാശം കാണുകയില്ല. നിന്റെ മരണത്തിന് ശേഷം മാത്രമേ നാശം വരത്തുള്ളൂ. അപ്പൊ 2 അനോയിന്റിങ്ങിന്റെ ഒരു സമ്മേളനം നിങ്ങൾക്ക് ആ വീട്ടിൽ കാണാൻ പറ്റും. 2 അഭിഷേകത്തിന്റെ സമ്മേളനം. അപ്പൻ ടീച്ചറാണ്, മോൻ പ്രവാചകനാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് 2 തലമുറ ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പൻ ഹാനോക്കും മോൻ മെഥൂശലേം ഒരുമിച്ച് ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ആ വീട്ടിൽ നിന്നെങ്കിൽ സ്തോത്രം, എന്റെ ബൈബിൾ പറയുന്നു when 2 generations stand together always there will be an open heaven. 2 തലമുറ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവിടെ എപ്പോഴും ഒരു തുറന്ന സ്വർഗം ഉണ്ടായിരിക്കുക. അത് അബ്രഹാമും ഇസഹാക്കുമാണെങ്കിൽ, അത് ഇസഹാക്കും യാക്കോബുകളാണെങ്കിലും, സ്തോത്രം അത് മോശയും യോശുവയാണെങ്കിലും, അത് സ്തോത്രം ഏലിയാവും എലീശയാണെങ്കിലും, അത് കർത്താവ് യേശു യോഹന്നാൻ സ്നാപകൻ ആണെങ്കിലും, 2 തലമുറ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവിടെ ഒരു തുറന്ന സ്വർഗമുണ്ട്. വാ തുറന്ന് പറ, തുറന്ന സ്വർഗം. നിങ്ങളുടെ വീട്ടിൽ ഓപ്പൺ ഹെവൻ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അവിടെ ഇനി മേലാൽ പ്രാർത്ഥിക്കാൻ ഡിഫിക്കൽറ്റി ഇല്ല. നിന്റെ വീട്ടിൽ അവിടെ ആരാധിപ്പാൻ തടസ്സമില്ല. കം ഓൺ ഇൻ ദ നെയിം ഓഫ് ജീസസ്. 65ാമത്തെ വയസ്സിൽ തനിക്കൊരു കുഞ്ഞുണ്ടായി മെഥൂശലേം. ആ കുഞ്ഞാണ് ദൈവത്തോട് കൂടെ നടപ്പാൻ തനിക്ക് പാലമായത്. യേശുവിന്റെ നാമത്തിൽ മക്കൾക്കായി സ്തോത്രം. മക്കൾ അനുഗ്രഹമാണ്. ഈ പിള്ളേരുടെ പേരിൽ നിങ്ങൾ പ്രസിദ്ധരാകാൻ പോകുന്നു. നിങ്ങൾ എന്തോ ശുശ്രൂഷ ചെയ്തു ഒന്നുമല്ല. നിന്റെ പിള്ളേർ ഓടി നടന്ന് ശുശ്രൂഷിക്കുന്നത്. നിന്റെ പിള്ളേരുടെ വാതിലുകൾ തുറക്കാൻ പോവാ. നിന്റെ പിള്ളേരുടെ ഉണർവിന്റെ ഹൈവേ തുറക്കാൻ പോവാ. നിന്റെ പിള്ളേരുടെ കൾച്ചറുകൾ, രാജ്യങ്ങൾ ഈ കോൺഗ്രിഗേഷനോട് കണക്ട് ചെയ്യാൻ പോവാ. നീ ഇട്ട അടിസ്ഥാനത്തിന്മേൽ നിന്റെ പിള്ളേരെ പണിവാൻ വേണ്ടി പോകുക. പറഹാനൊക്കെ നീ എങ്ങനെയാ ദൈവത്തോട് കൂടെ നടന്നത്?
അതെങ്ങനെയാ സാധിച്ചത്? കാരണം ഞങ്ങൾക്ക് ഈ സ്റ്റാർട്ടിങ് പ്രോബ്ലം എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് ഹാനോക്ക് ഇത് എങ്ങനെയാ സാധിച്ചത് ഒന്ന് പറഞ്ഞതാ. എങ്ങനെയാ ദൈവത്തോട് കൂടെ നടക്കാൻ വേണ്ടി കഴിഞ്ഞത്? അപ്പോൾ ഹാനോക്ക് പറയും, എന്നെ ദൈവത്തോട് കൂടെ നടക്കാൻ പ്രേരിപ്പിച്ചത് ഗ്രാൻഡ് ഫാദർ സ്റ്റോറി ആയിരുന്നു. അപ്പൊ ഗ്രാൻഡ് ഫാദർ സ്റ്റോറി, ദാറ്റ് ഈസ് സച്ച് എ ബ്ലെസ്സിംഗ്, അമേസിംഗ്. സോ ഹാനോക്കിനോട് ചോദിച്ചാൽ ഹാനോക്ക് പറയും, ആദാമും ഞാനും കണ്ടംപററി ആയിരുന്നു, മോർ ദാൻ 200 years. ആദാമും ഞാനും സമകാലികരായിരുന്നു. വീട്ടിൽ പോയി വായിച്ചു നോക്കിയാട്ടെ, കാൽക്കുലേറ്റ് ചെയ്താട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്തോത്രം, ആദാമിൻ്റെ അവസാനത്തെ 200 വർഷത്തിൽ ചെറുക്കൻ ഹാനോക്ക് സ്തോത്രം ആ നാട്ടിലുണ്ടായിരുന്നു. അപ്പം 100 കണക്കിന് പിള്ളേര് അന്ന് സ്തോത്രം സ്കൂളും കോളേജും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആദാമിൻ്റെ അടുക്കലേക്ക് സ്റ്റോറി കേൾക്കാൻ 100 കണക്കിന് പിള്ളേർ വരും. 100 കണക്കിന് പിള്ളേർ വരും. അപ്പോൾ 100 കണക്കിന് പിള്ളേർ വരുമ്പോൾ സ്തോത്രം മഹത്വത്തിൻ്റെ കഥകൾ, ദൈവത്തെക്കുറിച്ചുള്ള കഥകൾ, സംഭവങ്ങൾ ഹാനോക്കിന് പറവാൻ വേണ്ടിയുണ്ട്. മക്കൾക്ക് വല്ല ജങ്കുമല്ല കൊടുക്കേണ്ടത്, മക്കൾക്ക് ഹെൽത്തി ഫുഡാണ് കൊടുക്കേണ്ടത്. മിഷണർമാരുടെ കഥ പറഞ്ഞാട്ടെ, സഭകൾ സ്ഥാപിച്ച കഥ പറഞ്ഞാട്ടെ, ഉണർവിൻ്റെ കഥ പറഞ്ഞാട്ടെ. അങ്ങനെ ആദിമ മനുഷ്യനായ ആദാം, ദൈവത്തിൻ്റെ മകനാകുന്നതായ ആദാമിൻ്റെ അടുക്കൽ പിള്ളേര് കൂടി വന്നപ്പോൾ ആദാമിന് പുറവൻ ഒരുപാട് കഥയുണ്ട്. ആദമിന് 700 വയസ്സിൽ കൂടുതൽ അന്ന് പ്രായം. ആദമിന് ടോട്ടൽ വയസ്സ് പറഞ്ഞാൽ 930 വയസ്സിലാണ്. 930 വയസ്സ് വരെ ജീവിച്ചിരുന്ന ആളാണ് ആദാം. സ്തോത്രം, 930 years, 930 വർഷമാണ് ആദാം ജീവിച്ചിരുന്നത്. സോ ഒരു 700 ഒക്കെ ആയപ്പോഴേക്കും ആദാമിൻ്റെ മുമ്പിൽ ഈ പിള്ളേരെല്ലാം കൂടി വരികയാണ്. അപ്പോൾ 700 വയസ്സ് പ്രായമുള്ള ആദാം വന്നിട്ട് പറയും, മക്കളെ, ഈ കണ്ട സൂര്യചന്ദ്ര നക്ഷത്രാദികളെ മുഴുവൻ എലോഹീം സൃഷ്ടിച്ചു. എല്ലാ വൃക്ഷലതാദികളെ ദൈവം സൃഷ്ടിച്ചു. ആ തടാകത്തെ, സമുദ്രത്തെ, എല്ലാറ്റിനെ ദൈവം സൃഷ്ടിച്ചു. മൃഗങ്ങളെ ദൈവം സൃഷ്ടിച്ചു. ദൈവം കൽപ്പിച്ചു. അങ്ങനെ തന്നെ സ്ഥാപിതമായി. ഒരു വശത്ത് ദൈവം പറഞ്ഞിട്ടിരുന്നു, മറുവശത്ത് അത് ഉണ്ടായിക്കൊണ്ടിരുന്നു. ഒരു വശത്ത് ദൈവം പറഞ്ഞിട്ടിരുന്നു, മറുവശത്ത് അത് മുളച്ചിട്ടിരുന്നു. അവറ്റകൾ ഒന്നിനെയും ദൈവം തൊട്ടില്ല. പക്ഷെ ദൈവം എന്നെ സൃഷ്ടിച്ചപ്പോൾ എന്നെ തൊട്ടു. പിള്ളേര് ഞെട്ടി, അപ്പച്ചനെ ദൈവം സൃഷ്ടിച്ചെന്ന്. അപ്പച്ചൻ കങ്കാരുവിനെയും ജറാഫിനെയും ഒന്നും തൊട്ടില്ല. അപ്പച്ചനെ സ്തോത്രം, അതെ, ദൈവം കങ്കാരുവിനെയും ജറാഫിനെയും ഒന്നും തൊട്ടില്ല. ദൈവം ഹിപ്പോപ്പൊട്ടാമസിനെയും റൈനെയും ഒന്നും ദൈവം തൊട്ടില്ല. ഈ അപ്പച്ചനുണ്ടല്ലോ, ഈ അപ്പച്ചനെ ദൈവം തൊട്ടെന്ന്. ഈ അപ്പച്ചനുണ്ടല്ലോ, ദൈവം ഈ അപ്പച്ചനെ തൊട്ടെന്ന്. സൈഡിൽ എല്ലാവരും നോക്കി, എല്ലാവരും പറഞ്ഞു, ഓ, അപ്പച്ചൻ അങ്ങ് വാഴ്ത്താൻ തുടങ്ങി. അപ്പച്ചൻ ദൈവത്താൽ തൊടപ്പെട്ടവനാണ്. അപ്പച്ചൻ ദൈവത്താൽ തൊടപ്പെട്ടവനെന്ന് എല്ലാവരും ചുറ്റും ഇരുന്നവർ നോക്കി, ചുറ്റും ഇരുന്ന പിള്ളേരെ നോക്കി എല്ലാവരും അപ്പച്ചൻ അങ്ങ് വാഴ്ത്തിയപ്പോൾ അതിൻ്റെ നടുവിൽ ഒരു ചെറുക്കൻ മാത്രം മേലോട്ട് നോക്കി ചോദിച്ചു, എന്നെ തൊടുവോ? ഈ അപ്പച്ചനെ നീ തൊട്ടു, എന്നെ തൊടുവോ? സാധു സുന്ദർ സിംഗിനെ ദൈവം തൊട്ടെന്ന്, പത്രോസിനെ തൊട്ടെന്ന്, പൗലോസിനെ തൊട്ടെന്ന്, DL മൂഡിയെ തൊട്ടെന്ന്, ചാൾസ് വിന്നിയെ തൊട്ടെന്ന്, സ്മിത്ത് വിഗിൽസ്വത്തിനെ, കാദർ കുൽമിനെ ഒക്കെ തൊട്ടെന്ന് ആടി പടുതുള്ള കരത്താൽ കൊച്ചിയിൽ, ഓ കമാൺ 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 കമാൺ, ഐ ആം സോ ഹംഗ്രി, എന്നെ തൊടുവോ? അന്നത്തെ കഥ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോകുമ്പോൾ എല്ലാവരും പറഞ്ഞു, അപ്പച്ചനുണ്ടല്ലോ, സാധാ അപ്പച്ചനല്ല, ദൈവം തൊട്ടപ്പച്ചനാ, ദൈവം തൊട്ടപ്പച്ചനാ. ഇന്നലകളിലേക്ക് നോക്കി പലരും ഹിസ്റ്ററി പറഞ്ഞ് അങ്ങ് ഊറ്റം കൊള്ളിക്കുക. അപ്പച്ചനെ ദൈവം തൊട്ടു. ഹിസ്റ്ററി പറയാതെടാ, ഡെസ്റ്റിനി പറയടാ. ഹല്ലേലൂയ. തിരിഞ്ഞു നോക്കാൻ നമുക്ക് നേരെയില്ല, മുന്നോട്ട് നോക്കാനാണ് ഈ ഭാരതത്തിലെ സഭയ്ക്ക് നേരമുള്ളത്. കാരണം കണ്ടതിനേക്കാൾ വലുത് നമ്മൾ കാണുവാൻ പോകുന്നു. ചെയ്തതിനേക്കാൾ വലുത് ദൈവം നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്നു. ഒരിക്കൽ കൂടെ കണ്ടതിനേക്കാൾ വലുത് നമ്മൾ കാണുവാൻ പോകുന്നു. ചെയ്തതിനേക്കാൾ വലുത് ദൈവം നിങ്ങളെ കൊണ്ട്, എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്നു. അടുത്ത ദിവസം പിള്ളേര് ആദാമിൻ്റെ വീടിൻ്റെ മുൻപിൽ ഓടിക്കൂടി. സ്തോത്രം, ഓടിക്കൂടിയിട്ട് ആദാമിൻ്റെ മുൻപിൽ പിള്ളേര് കഥ കേൾക്കാൻ കേട്ടിരുന്നു. എന്നിട്ട് അപ്പച്ച, അപ്പച്ച പറ, എന്നിട്ട് ദൈവം എന്നെ ഏദൻ തോട്ടത്തിൽ ഈ ഭൂമിയിൽ വൈസ്രോയി ആയി ആക്കി വെച്ചു.
സ്വർഗത്തിൽ അധിവസിച്ച അങ്ങ് ദൂരെ ഇരുന്നവനായ ദൈവം ഭൂമിയിൽ സ്തോത്രം വൈസ്രോയിയായി ആദമിനെ ആക്കി വെച്ച്, എന്നിട്ട് ആദമിനെ നോക്കിയിട്ട് ദൈവം പറഞ്ഞു, നീ എല്ലാറ്റിനെ പരിചോളണം, പക്ഷെ ഒന്നുപോലും നിന്റെ മേൽ കുതിര കയറല്ല, ഒന്ന് നിന്നെ ഭരിക്കല്ലേ, എല്ലാറ്റിനും നീ ഭരിച്ചോളണം, എല്ലാറ്റിന്മേൽ നമ്മൾ വാഴണം, എല്ലാറ്റിന്മേൽ നമ്മൾ വാഴണം, എല്ലാറ്റിന്മേൽ നമ്മൾ വാഴണം. കാരണം നീ സെർവൻ്റ് അല്ല. അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ്. നീ സെർവൻ്റ് അല്ല, നീ സണ്ണാണ്. പുത്രന് മാത്രമേ വാഴാൻ കഴിയത്തുള്ളൂ. ഒരിക്കൽ കൂടെ, പുത്രന് മാത്രമേ വാഴാൻ കഴിയത്തുള്ളൂ. കാലങ്ങൾ അവനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിപ്പാൻ, അവന്റെ മക്കളാകാൻ ദൈവം അധികാരം നൽകി. പുത്രന് മാത്രമുള്ളതായി അധികാരത്തിനായി സ്തോത്രം. സകലത്തിന്മേലും നീ വാഴുവാൻ പോകുന്നു. രോഗങ്ങളെ, വെല്ലുവിളികളെ, പ്രശ്നങ്ങളെ, കണ്ണുനീരിനെ, വിഷയങ്ങളെ, ചോദ്യങ്ങളെ, സകലത്തിന്മേൽ നീ വാഴുവാൻ പോകുന്നു. പിള്ളേര് വീണ്ടും ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ഫ്രണ്ട് ആൻഡ് ബാക്ക്. പിള്ളേര് നോക്കി പറഞ്ഞു, ഈ അപ്പച്ചനുണ്ടല്ലോ, അപ്പച്ചൻ വലിയൊരു VIP ആണ്. അപ്പച്ചൻ എല്ലാറ്റിനെ ഭരിച്ചതാ. സിംഹത്തെ, വിഷപ്പാമ്പിനെ, എല്ലാ ജീവജാലങ്ങളെ അപ്പച്ചൻ ഭരിച്ചതാ. അപ്പച്ചൻ സ്തോത്രം VIP ആയിരുന്നു. അന്നത്തെ കഥ കഴിഞ്ഞു. മൂന്നാമത്തെ ദിവസം വീണ്ടും പിള്ളേർ ഓടി വന്നു. ആദാമിന്റെ വീട്ടിലേക്ക് മൂന്നാമത്തെ ദിവസം വീണ്ടും പിള്ളേർ ഓടി വന്നിട്ട് വീണ്ടും അപ്പച്ചനെ നോക്കി ചോദിച്ചു, എന്നിട്ട് പറ, എന്നിട്ട് അപ്പച്ച, എന്നിട്ട്? ആദാം പറഞ്ഞു, എല്ലാറ്റിനും ഞാനാണ് മക്കളെ പേരിട്ടത്. എലോഹിമിന് പല പേരുണ്ട്, പക്ഷെ ഭൂമിയിലുള്ള എല്ലാറ്റിന് ഞാനാണ് പേരിട്ടത്. ആദാമിന് നോട്ട്ബുക്കില്ല, ആദാമിന് റൈറ്റിംഗ് പാഡില്ല, പേനയില്ല, പെൻസിലില്ല, പക്ഷെ മഹത്വം ഉണ്ടായിരുന്നു. എന്തൊരു ഓർമ്മശക്തി! നാട്ടുകാർക്ക് ആർക്കുമില്ലാത്ത ഇൻക്രെഡിബിൾ മെമ്മറി പവർ, നാട്ടുകാർക്ക് ആർക്കുമില്ലാത്ത സൂപ്പർ നാച്ചുറൽ വിസ്ഡം. അവരായിരിക്കുന്ന രാജ്യത്ത്, അവരായിരിക്കുന്ന റീജിയനിലുള്ള ബെസ്റ്റ് യൂണിവേഴ്സിറ്റിക്കായി, അവരായിരിക്കുന്ന രാജ്യത്തെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റികൾക്കായി, നോട്ട് ബൈ മൈൻഡ്, നോട്ട് ബൈ പവർ, ബട്ട് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. സൈന്യം കൊണ്ടല്ല, ശക്തി കൊണ്ടല്ല, ട്യൂഷൻ കൊണ്ടല്ല, ബ്രില്യന്റ് കൊണ്ടല്ല, പകരം ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട്, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട്, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ദൈവം അവരെ ഒരുക്കി എടുക്കുവാൻ വേണ്ടി പോകുകയാണ്. സോ ആദാമിന്റെ ഓരോ അനുഭവങ്ങൾ കേട്ട് പിള്ളേരങ്ങ് ഫാസിനേറ്റഡ് ആയി. അപ്പോൾ എല്ലാവരും അപ്പച്ചനങ്ങ് വാഴ്ത്തുമ്പോൾ ഒരു ചെറുക്കൻ മാത്രം മേലോട്ട് നോക്കി ചോദിച്ചു, എന്നെ തൊടുവോ? എല്ലാ ജീവജാലങ്ങൾക്ക് പേരിടാൻ അപ്പച്ചനെ ബലപ്പെടുത്തിയനെ കാണാൻ പറ്റുമോ? ഒരു ഉപവാസ പ്രാർത്ഥനയല്ല, 65 വർഷത്തെ നിലവിളിയാ. മനസ്സിലായോ? കാരണം 65-ാമത്തെ വയസ്സിലാണ് അവൻ ദൈവത്തോട് കൂടെ നടക്കാൻ വേണ്ടി തുടങ്ങിയത്. അതവന് 930 വയസ്സാ. ദാറ്റ് മീൻസ് യങ് മാൻ ആയിരുന്നു. സ്തോത്രം. അതെ, ആരാ? ഈ ഹാനോക്ക് യുവാവായിരുന്നപ്പോൾ തന്നെ കർത്താവ് അവനെ എടുത്തു. 65 വർഷത്തെ പ്രാർത്ഥന. ആദാമിന്റെ സ്റ്റോറി കേട്ട് എനിക്ക് വേണം ദൈവം എൻ്റെ മുമ്പിൽ വെളിപ്പെടണം. പൂർണ്ണ ഹൃദയത്തെ ദൈവത്തെ തേടണമെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും. 65 വർഷം മേലോട്ട് നോക്കി. ബാക്കിയുള്ള എല്ലാവരും താഴേക്ക് നോക്കുമ്പോൾ യവൻ മാത്രം മേലോട്ട് നോക്കി. ഒരിക്കൽ കൂടെ, ബാക്കിയുള്ള എല്ലാവരും താഴേക്ക് നോക്കുമ്പോൾ യവൻ മാത്രം മേലേക്ക് നോക്കി. യേശുവിൻ്റെ നാമത്തിൽ താഴോട്ട്, കോഴിയെ പോലെ താഴോട്ട് നോക്കാതെ, തല ഉയർത്തി കഴുകനെ പോലെ മേലോട്ട് നോക്ക്. 65 വർഷത്തെ ദീർഘകാലത്തെ പ്രാർത്ഥന. ഒരു ദിവസം ഒരുപക്ഷെ അവന് ആ നിലത്ത് വേലയായിരിക്കാം, അല്ലെങ്കിൽ ആടുകളെ പാലിക്കുകയായിരിക്കാം. ആ സമയത്ത് സ്തോത്രം ഭയങ്കര ഒരു സ്ട്രോങ് പ്രസൻസ് അവൻ ഫീൽ ചെയ്തു. മീനിങ്, ഞാനിവിടെ ഒറ്റയ്ക്കല്ല. 100 കണക്കിന് പ്ലാറ്റ്ഫോമിൽ ഞാൻ താഴ്മയോട് പറയട്ടെ, സ്തോത്രം, ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്. ആരോ കൂടെ നിൽക്കുന്ന പോലെ. ചില പ്രാർത്ഥന സമയങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ സമയങ്ങളിൽ, നിങ്ങളുടെ റൂമിൽ നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ട്, ആരോ ആ റൂമിൽ നടക്കുന്നുണ്ട്. ചില ആരാധന വേളയിൽ ഈ ഹാളിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ആരോ എന്നോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടും കർത്താവേ, സ്പഷ്ടമായി വെളിപ്പെടും. നിന്റെ ജനത്തിന് അകന്നല്ല, സമീപസ്ഥനായി വെളിപ്പെടും. ശബ്ദം ഉയർത്തി വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞേ.
was tending the sheep or doing something on the field. പക്ഷെ അവന് മനസ്സിലായി സ്തോത്രം ആരോ ഉണ്ട്. ഇടയ്ക്കിടെ അവൻ തല ഉയർത്തി നോക്കി. പക്ഷെ ആ പ്രസൻസ് അങ്ങ് വർദ്ധിച്ചു വന്നപ്പോ പുള്ളി ചോദിച്ചു പോയി, ആരാ അവിടെ? ആൻസർ ഇല്ല. വീണ്ടും പുള്ളി ചോദിച്ചു, ആരാ അവിടെ? ശബ്ദമില്ല. പക്ഷേ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം കേട്ടു, ഹാനോക്ക്. ഒരു 1.5 മിനിറ്റ് കഴിഞ്ഞപ്പോ ഹാനോക്ക്. ആരാന്ന് ചോദിച്ചല്ലേ? ആരാ എന്റെ പേര് വിളിക്കുന്നേ? വീണ്ടും 1 മിനിറ്റ് കഴിഞ്ഞപ്പോ ഹാനോക്ക്. ആരാ എന്റെ പേര് വിളിക്കുന്നേ? ഞാനാ. ഞാനെന്ന് പറഞ്ഞ ദൈവം. ഏത് ദൈവം? അത് നിന്റെ അപ്പച്ചൻ ആദം പറഞ്ഞില്ലേ, എന്നെ കുറിച്ച് നീ മാത്രമാണ് എന്നെ തേടിയത്. കമാൺ, ഒരിക്കൽ കൂടെ, നീ മാത്രമാണ് ഈ തലമുറയിൽ എന്നെ തേടിയത്. എന്നെ തേടുന്നവനെ അടുക്കൽ ഞാൻ ഇറങ്ങി വരും. ഹനോക്ക്, ഞാൻ നിന്റെ കണ്ണിന് തുറക്കാൻ പോവാ. So that you may able to see me. ഹനോക്ക്, ഞാൻ നിന്റെ ചെവിയെ ട്യൂൺ ചെയ്യാൻ പോവാ. ഞാൻ നിന്റെ മൈൻഡിനെ പ്രിപ്പയർ ചെയ്യാൻ പോവാ. ഞാൻ നിന്റെ ഹൃദയത്തെ ഒരുക്കാൻ പോവാ. നിന്റെ അപ്പച്ചൻ ആദാം എൻ്റെ കൂടെ നടന്നതുപോലെ ഫ്ലഷ് ആൻഡ് ബ്ലഡിൽ, രക്തത്തിലും മാംസത്തിലും നിനക്കെന്നോട് നടക്കുവാൻ കഴിയും. ഞാൻ പറഞ്ഞ നിർത്തട്ടെ. ആദാമിന്റെ കൂടെ നടന്ന ദൈവം ഹനോക്കിന്റെ കണ്ണിനെ തുറന്ന്, ചെവിയെ തുറന്ന്, മനസ്സിന് ഒരുക്കി, ഹൃദയത്തെ തുറന്നപ്പോ he saw God. Yes. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് 2 അന്യഭാഷ കൊണ്ട് തീരുന്നതല്ല, അന്യഭാഷ കൊണ്ട് തുടങ്ങുന്നതാണ്. ഒരിക്കൽ കൂടെ, ആത്മീയ ജീവിതം എന്ന് പറയുന്നത് അന്യഭാഷ കൊണ്ട് തീരുന്നതല്ല, അന്യഭാഷ കൊണ്ട് തുടങ്ങുന്നതാണ്. ഹനോക്ക് ദൈവത്തെ കൊണ്ട് അയ്യോ അയ്യോ അയ്യോ, എന്തൊരു ദൈവം, എന്തൊരു ഭംഗി, എന്തൊരു ബ്യൂട്ടി. എൻ്റെ അപ്പച്ചൻ പറഞ്ഞപ്പോ ഇതിന്റെ 10,000-ൽ ഒരംശം പോലും ഉണ്ടായിരുന്നില്ല. ദൈവം എന്തൊരു ഭംഗി. കാരണം ദൈവം സർവാംഗ സുന്ദരനത്രേ. അവൻ 10,000-ങ്ങളിൽ സുന്ദരനാണ്. അവൻ ഷാരോന്റെ പണിത് പുഷ്പമാണ്. ഓ, ദൈവം ഭയങ്കര സുന്ദരൻ. ദൈവം പറഞ്ഞു, ഹനോക്കേ, ദീർഘകാലം നീ എന്നെ കാണണം എന്ന് ആഗ്രഹിച്ചു. That's why I came down. Really? നിശ്ചയമായി ഇന്നു മുതൽ നമുക്ക് ഒരുമിച്ച് നടക്കണം ഹനോക്കേ. നിന്നെപ്പോലെ ഒരുത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നിന്നെപ്പോലെ ഒരുത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഒരു ദൂത് പറയട്ടെ. സ്തോത്രം. നീ ദൈവത്തോട് ചേർന്നിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ, ഒരിക്കൽ കൂടെ, നീ ദൈവത്തോട് ചേർന്നിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ ദൈവം നിന്നോട് ചേർന്നിരിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിന്നോട് ചേർന്നിരിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവം പറഞ്ഞു, എല്ലാ ദിവസവും ഇതേ സ്ഥലത്ത് ഞാൻ ഇറങ്ങി വരും, നമുക്കൊരുമിച്ച് നടക്കാം. റിയലി? ഞാൻ ഒരു ദിവസം ചോദിച്ചേ? നോ. നിന്റെ ജീവിതകാലം മുഴുവൻ, കോതി തീരും വരെ ഞാൻ നിന്റെ കൂടെ നടക്കാൻ പോവാ. ഒരു പ്രവചന ദൂത് പറയട്ടെ, കോതി തീരും വരെ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവാ. ആ ദൈവദാസിനെ ഉപയോഗിച്ചു, കോതി തീരും വരെ. അതിനേക്കാൾ ഉപരിയായി ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവാ. 2 കരങ്ങളെ ഉയർത്തി, come on, talk to God. ദൈവത്തോട് സംസാരിക്കുക.
കൊതി തീരും വരെ ദൈവം തന്നെ ഉപയോഗിക്കാൻ പാ. സോ ഈ വലിയ വിഷൻ, ഈ വലിയ എൻകൗണ്ടർ കണ്ടിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ പറയും എൻകൗണ്ടർ ഇറ്റ്സ് എൻ അമേസിങ് സബ്ജക്റ്റാ. സ്തോത്രം. അതെ, ഈ എൻകൗണ്ടർ കണ്ടിട്ട്, ഈ എൻകൗണ്ടർ പ്രാപിച്ചിട്ട് അവൻ വീട്ടിലേക്ക് ചാടിത്തുള്ളി സന്താപം തിന്നല്ലോ, സന്തോഷം വന്നല്ലോ എന്ന് പറയും. ഭയങ്കര സന്തോഷമായിട്ട് ഇടിച്ചു കുത്തി ആ വീട്ടിൽ കയറുമ്പോൾ മിസ്സസ് ഈനോക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക. എന്നിട്ട് ചോദിച്ചു, എന്നാ പറ്റി? അത് ഞാൻ വന്ന വഴിക്ക് ദൈവത്തെ കണ്ടു. ആരെ അച്ഛാ, ഈ ഉള്ള കാര്യം പറയാം. കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് അച്ഛൻ്റെ ഏതോ ബോൾട്ടും നട്ടും ഒക്കെ ഇങ്ങനെ ലൂസാക്കുന്നത് ഞാൻ കണ്ടിട്ടിരിക്കുക. കൂടുതൽ ലൂസായ ആ വീടിൻ്റെ പിന്നിൽ കുറച്ച് കയർ കിടപ്പുണ്ട്, ഞാൻ കെട്ടിയിടും. അർത്ഥം ഞാൻ പറഞ്ഞു വന്നത്, നിന്റെ വീട്ടുകാർക്ക് പോലും നിന്റെ വിഷൻസ് മനസ്സിലാകാതിരിക്കുമ്പോൾ, നിന്റെ ബന്ധുക്കൾക്ക് പോലും നിന്റെ വിളി മനസ്സിലാക്കാതിരിക്കുമ്പോൾ, നീ നിന്നെ അറിയുന്നതിനേക്കാൾ നിന്നെ നന്നായി അറിയുന്നവനാണ് നിന്റെ അപ്പൻ. കർത്താവെന്ന് ഹനോക്കെ എല്ലാം നന്നായിരിക്കുന്നു, ബാ ലെറ്റ്സ് ബിഗിൻ, നമുക്ക് നടക്കാം. ഒരു 3 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, സ്നേഹം സംസാരിക്കും. പറഞ്ഞേ. അത് വലിയൊരു റെവലേഷനാണ്, വലിയൊരു വെളിപ്പാടാണ്. സ്നേഹം സംസാരിക്കും. സ്നേഹം രോമാഞ്ചം വരുത്തും എന്നല്ല ഞാൻ പറഞ്ഞത്. രോമാഞ്ചം വരുത്തുമല്ല, നോ, സ്നേഹം സംസാരിക്കുക. സ്തോത്രം. അവർ നടക്കാൻ തുടങ്ങി. ദൈവം പറഞ്ഞു, ഇതെല്ലാം ഞാനാ ഉണ്ടാക്കിയത്, നിന്റെ അപ്പച്ചനെ ഞാനാ ഉണ്ടാക്കിയത്, വേറെ ഒന്നിനെയും ഞാൻ തൊട്ടില്ല ഹാനോക്കെ. ഒരു മൃഗത്തെ, പക്ഷിയെ, വൃക്ഷലതാതിയും ഞാൻ തൊട്ടില്ല, പക്ഷെ നിന്റെ അപ്പച്ചനെ മാത്രമാണ് ഞാൻ തൊട്ടേ. എന്നാ കർത്താവേ, എൻ്റെ അപ്പച്ചനെ മാത്രം നീ തൊട്ടത്? അത് എനിക്ക് അവനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇഷ്ടമുള്ളതിനെ അല്ലേ തൊടത്തുള്ളൂ. അറിയോ, ഇന്ന് പകൽ അപ്പച്ചൻ തൊടാൻ പോവാ. ആരോ ഇന്ന് പകൽ പറയുന്നു, എന്നെയും തൊടണേ. എന്നിട്ട് അപ്പച്ചനെ തൊട്ടിട്ട് ഞാൻ അവനെ തൊട്ടു. അവൻ കയറിയത് വേറൊരു മണ്ഡലത്തിൽ, അങ്ങോട്ട് എനിക്ക് കയറാൻ പറ്റത്തില്ല, കാരണം അത് പാപമണ്ഡലോ, ഞാൻ വിശുദ്ധിയുടെ ദൈവമാണ്. അതുകൊണ്ട് ഏദൻ തോട്ടത്തിന്റെ വാതിക്കൽ വന്ന് നിന്ന് ഞാൻ നിലവിളിച്ച് ചോദിച്ചു, ആദമേ നീ എവിടെ? അതെന്റെ ഷൗട്ടല്ല ഹാനോക്കെ, എൻ്റെ കരച്ചിലായിരുന്നു. നിന്റെ അപ്പച്ച എന്നെ കളഞ്ഞേച്ച് പോയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. ദൈവത്തിൻ്റെ കണ്ണുനീര് നിറയുന്നത് കണ്ടിട്ട് ഞാൻ ചിന്തിക്കുന്നു, ഹാനൊക്കെ തിരിച്ചു പറഞ്ഞു കാണും, ഞാൻ കരയിപ്പിക്കില്ലേ, ഞാൻ അങ്ങനെ കരയിപ്പിക്കില്ലേ. ആരൊക്കെയോ ഇന്ന് പകൽ വാക്ക് കൊടുക്കണം. സൈഡിൽ നോക്കിയല്ല, മേലോട്ട് നോക്കി. ഒത്തിരി ദൈവദാസന്മാർ, ഒത്തിരി ദൈവമക്കൾ, ഒത്തിരി സഭകൾ അങ്ങയുടെ ഹൃദയത്തെ ഈ പട്ടണത്തിൽ തകർത്തു എങ്കിൽ, ഞാൻ അങ്ങയുടെ ഹൃദയത്തെ തകർക്കുന്നവനല്ല, ഞാൻ അങ്ങയുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവനായിരിക്കും. എനിക്ക് ഒറ്റ അജണ്ടയുള്ളൂ, അങ്ങയുടെ ഹൃദയം തകരാതെ സൂക്ഷിക്കുക. എനിക്ക് ഒറ്റ അജണ്ടയുള്ളൂ, അങ്ങയുടെ ഹൃദയം തകരാതെ സൂക്ഷിക്കുക. അവരുടെ നടപ്പ് ആരംഭിച്ചു. ഇതെല്ലാം ഞാനാ സൃഷ്ടിച്ചത്. ഞാൻ നിനക്കൊരു മകനെ തന്നില്ലേ, അവൻ്റെ പേരാണ് മെതുശലേം. ആ മെതുശലേം ജീവിച്ചിരിക്കുന്ന കാലം എനിക്ക് ഭൂമിയെ നശിപ്പിക്കാൻ കഴിയത്തില്ല. അതെൻ്റെ അജണ്ടയാണ്, അത് എൻ്റെ പ്രോമിസാണ്, എൻ്റെ വാഗ്ദത്തമാണ്. ഞാൻ വാക്ക് മാറാത്തവനാണ് ഹാനോക്കെ. ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യുന്നവനാണ്. ഞാൻ പറയുന്നത് മാത്രമേ ചെയ്യത്തുള്ളൂ ഹാനോക്കെ. ഞാൻ ചെയ്യുന്നത് മാത്രമേ പറയത്തുള്ളൂ. ഞാൻ പറയുന്നത് മാത്രമേ ചെയ്യത്തുള്ളൂ. ഞാൻ ചെയ്യുന്നത് മാത്രമേ പറയത്തുള്ളൂ ഹാനോക്കെ. ഇനി ഞാൻ നിനക്ക് ഭാവിയിൽ സംഭവിക്കുന്ന പറഞ്ഞുതരാം. നോക്കിയേ, അതെന്നെ നോക്ക്. നിന്റെ മോൻ്റെ മരണമാത്, മെതുശലേമിന്റെ മരണവും അടക്കമാണ് നീ കാണുന്നേ. അയ്യോ കർത്താവേ, അത് കഴിഞ്ഞിട്ട് എന്നാ?
ഭയങ്കര ആകാശത്ത് ഏതാണ്ട് വെള്ളം വീഴുന്നു. അതിൻ്റെ പേരാണ് മഴ. അയ്യോ, ആ വെള്ളം ഈ ഭൂമി പൊങ്ങുന്നല്ലോ. അത് ഭൂമിയുടെ ഉറവകളും തുറന്നു. അതാണ് വെള്ളപ്പൊക്കം. അന്ന കർത്താവേ, ആ വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ നീന്തി തുടിക്കുന്ന നോഹയുടെ പെട്ടകം. നോഹയുടെ പെട്ടകം വെള്ളം പൊങ്ങിയതെന്ന് വെച്ചാൽ മേലോട്ട് പോയി. കർത്താവേ, അതാരാ? അപ്പച്ചനും അമ്മച്ചിയും ഒത്തിരി വയസ്സായവരാണല്ലോ, ഒരു പ്രതീക്ഷയില്ലല്ലോ. അയ്യോ, അവരെ അങ്ങനെ പറയല്ലേ. അവർക്ക് ഒരുപാട് മക്കളുണ്ടാകാൻ പോവാ. എത്രയെന്നറിയോ? ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടൽക്കരയിലെ മണൽത്തരി. കർത്താവേ, ആ ചെറുക്കനാരാ? ആ ചെറുക്കൻ, അവന്റെ പേരാണ് ഇസഹാക്ക്. അവൻ ചിരിപ്പിക്കുന്നവനാ. അതാ ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നേ. അതാരാ കർത്താവേ? ആ ഏണിയും കൊണ്ട് നടക്കുന്ന അവനാരാ? ഏണി. അവനാണ് ഇസ്രായേൽ. അവന്റെ കയ്യിലിരിക്കുന്ന നാട്ടുകാർ പറയുന്നത് യാക്കോബിന്റെ കോവേണി എന്നാ. അങ്ങനെയല്ല, അത് എന്റെ കോവേണിയാ. അവനുള്ള കാലം ആ ഗോമണിയിലൂടെ കയറിക്കൊണ്ടേയിരിക്കും. അവൻ കയറിക്കൊണ്ടിരിക്കുക. അതാരാ കർത്താവേ? ആ ചെറുക്കൻ, ആ സ്വപ്നക്കാരൻ. അവന് സ്വപ്നക്കാരൻ എന്ന് പറയാതെ ഇന്ന് അവൻ സ്വപ്നക്കാരൻ, നാളെ അവൻ പ്രധാനമന്ത്രിയാ. കർത്താവേ, ആ ഞാങ്ങടെ പെട്ടകത്തിൽ കിടക്കുന്ന വിക്കൻ, അങ്ങനെ പറയാതെ കാനൊക്കെ അവൻ രാജ്യങ്ങളുടെ പ്രവാചകനല്ലയോ? നിന്റെ കുഞ്ഞിന്റെ ഇന്നത്തെ ന്യൂനത കാണാതെ നാളത്തെ വിശാലത കാണേ. കർത്താവേ, അവന്റെ മുൻപിലുള്ള ആ ചെങ്കട നേരെ വടി നീട്ടി ചെങ്കടരെ എന്ന് പറഞ്ഞപ്പോ അത് വിഭാഗിക്കപ്പെട്ട അതാഹാനൊക്കെ ഞാൻ വഴി ഒരുക്കുന്നവനാ. ആരും നടക്കാത്ത വഴികൾ എൻ്റെ ജനത്തിനു വേണ്ടി ഞാൻ തുറക്കുന്നവനാ. അയ്യോ കർത്താവേ, ആ ജനം ആ മരുഭൂമിയിൽ അവര് അതിന്റെ പേര് സമാഗമന കൂടാരം, അവരെന്നെ ആരാധിക്കുക. അതെന്നെ കർത്താവേ, ആ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ആൾക്കാര് അതാരാ? അതെന്റെ ന്യായാധിപന്മാരാ. കർത്താവേ, ആ ചെറുക്കൻ എന്താ കാട്ടിപ്പോയത്? അത് ഹാർഡ് ട്രെയിനിങ്ങാ. ഹാനോക്കെ, ആ കാട്ടിൽ ആ ചെറുക്കനെ വിട്ടതേ അപ്പനും അമ്മയ്ക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവനെ ഞാൻ വിട്ടതേ ഹാർഡ് ട്രെയിനിങ്ങാ. ആരെങ്കിലും സ്വന്തം പറയുമെന്ന് ഞാൻ വിചാരിച്ചു. ഹാർഡ് ട്രെയിനിങ് ഉണ്ടെങ്കിൽ ഭാവി ഭയങ്കര ഗ്ലോറിയസാ. കർത്താവേ, ആ ചെറുക്കനത മല്ലന്റെ മുമ്പിൽ നിൽക്കുക. രാക്ഷസൻ ആ ചെറുക്കനെ കൊന്നത് തന്നെ. ഇല്ല ഹാനോക്കെ, യുദ്ധം ചെറുക്കൻ്റെതല്ല, യുദ്ധം എന്റേതാ. യുദ്ധം എന്റേതാ. അവൻ മുന്നോട്ട് കല്ലെറിയും, പക്ഷെ പിന്നിൽ നിന്ന് ഞാൻ അവനെ തട്ടി മുന്നിലേക്ക് തള്ളിയിടും. ചെറുക്കൻ മല്ലന്റെ തല വെട്ടിയെടുത്തല്ലോ കർത്താവേ. അതാരൊക്കെയാ കർത്താവേ? അതൊക്കെ എൻ്റെ പ്രവാചകന്മാരാ. ദൈവം പഴയ നിയമം മുഴുവനും കാണിച്ചു കൊടുത്തു. ദൈവത്തോട് കൂടെ നടക്കുമ്പോ വീണ്ടും 3 പേരെ തൊട്ട് പറ, സ്നേഹം സംസാരിക്കാം. പെട്ടെന്ന് പറഞ്ഞേ, സ്നേഹം സംസാരിക്കാം. പഴയ നിയമം മുഴുവൻ കാണിച്ചു കൊടുത്തു. പഴയ നിയമം കഴിഞ്ഞിട്ട് 400 സംവത്സരം നിശബ്ദത തീർന്നത് എങ്ങനെയെന്നറിയോ? Joy to the world, the Lord has come. കർത്താവ്, എന്തൊരു പാട്ടാ അത്! ഞാൻ പാട്ടിന്റെ ദൈവമാഹാനൊക്കെ. വിലാപ ഗാനം പാടിയ എല്ലാവരും ഒരു വിടുതലിന്റെ ഗാനം കൂടെ പാടും ഖാനൊക്കെ. ആ ബേബി കൊള്ളാല്ല കർത്താവേ. ആ ബേബി എന്തോ ബ്യൂട്ടിഫൈ കർത്താവേ. കാത്തിരിക്ക പറഞ്ഞുതരാൻ. കാത്തിരിക്കാനൊക്കെ കർത്താവേ, അതാരാ കർത്താവ് വരുന്നേ? അത് ഏകദേശം 90 കിലോമീറ്റർ നടന്നു വന്ന് 40 കിലോമീറ്റർ നടന്നു വന്ന് 40 കിലോമീറ്റർ നടന്നു വന്ന് ഇതാരാ ഇത്ര ദൂരം വന്ന് സ്നാനപ്പെടുന്നത്? കാത്തിരിക്ക. അയ്യോ കർത്താവേ, ഇത് അവൻ വെള്ളത്തിൽ നിന്ന് കര കയറിപ്പോ. ഇതെന്തോ കർത്താവേ. ബാക്കി എല്ലാവന്റെ മേലെ എണ്ണ പോലെ പുതപ്പ് പോലെ വന്നപ്പോ യവന്റെ മേൽ മാത്രം പ്രാവ് പോലെ വന്നു. എന്തോ കരിസ്മ കർത്താവ്, എന്തോ അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി, എന്തോ പ്രസംഗം കർത്താവ്, എന്തോ രോഗശാന്തി, എന്തോ അതോറിറ്റി കർത്താവ്, എന്തോ വ്യക്തി. ഇതുവരെ ഞാൻ കണ്ട വേറെ ആരെ കാണും ഭയങ്കര കർത്താവ്. ഇതുവരെ ഞാൻ കണ്ടു.
ഹനോക്കെ അത് ഞാനാ. ഹനോക്കെ അത് ഞാനാ. കാരണം നിന്റെ വല്യപ്പച്ചൻ എന്നെ കളഞ്ഞില്ലേ, മാനവജാതി മുഴുവൻ എനിക്ക് കളഞ്ഞുപോയി. ഞാനവരെ തേടി ഇറങ്ങി വന്നതാ. അയ്യോ കർത്താവേ, നിന്നെ അവരെല്ലാം കൂടെ പിടിക്കുന്നു, നിന്നെ എല്ലാവരും കൂടെ അടിക്കുന്നു, നിന്നെ ഇതാ മരത്തിമേ തൂക്കുന്നു. സാരമില്ല ഹനോക്കെ, സാരമില്ല. ജസ്റ്റ് 3 ദിവസം കഴിയുമ്പോ ഞാൻ എഴുന്നേറ്റ് വരത്തില്ലയോ? ജസ്റ്റ് 3 ദിവസം. ഞാൻ നിങ്ങൾ നോക്കി പറയട്ടെ, ഇന്ന് നീ പോകുന്ന ഈ ദുഃഖം ഉണ്ടല്ലോ, ജസ്റ്റ് ചില നാളുകൾ, അത് കഴിയുമ്പോ ലെവല് മാറിയില്ലേ? കർത്താവേ, അവരെന്താ ചെയ്യുന്നേ? നീ ആ കല്ലറയിൽ എഴുന്നേറ്റ് അങ്ങ് മേലെ പോയി. കർത്താവേ, അവരെന്താ ചെയ്യുന്നത്? അവരാണ് എൻ്റെ ചർച്ച. അവരെന്നെ ആരാധിക്കുക. റിയലി അവരെന്നെ ആരാധിക്കുകയാണ്. അയ്യോ കർത്താവേ, അവരെല്ലാം പറക്കാണല്ലോ, അങ്ങ് മേലേക്ക് പറന്നല്ലോ. അതിൻ്റെ പേരാണ് റാപ്ചർ. അതിൻ്റെ പേരാണ് ഞാൻ എൻ്റെ ജനത്തെ ചേർക്കാൻ വരിക, റാപ്ചർ. അയ്യോ അതെന്തോ കർത്താവേ, അതാണ് എൻ്റെ സിംഹാസനം, ഞാൻ ന്യായം വിധിപ്പാനായി ഇറങ്ങി വന്നിരിക്കുന്ന. രണ്ടുപേരെ തൊട്ട് പറ, സ്നേഹം സംസാരിക്കും. മുഴുവൻ കാണിച്ചു കൊടുക്കും. ദൂതാണ്. വേറെ ഒരുത്തൻ അറിയുന്നതിന് മുൻപ് ഇന്നു മുതൽ പട്ടണത്തിൽ എന്ത് നടക്കും, സംസ്ഥാനത്ത് എന്ത് നടക്കും, രാജ്യത്തിൽ എന്ത് നടക്കുമെന്ന് പ്രൊഫറ്റിക് ഓഫീസുള്ളവൻ അറിയാൻ. എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ആത്മമണ്ഡലം ഓപ്പൺ ആകട്ടെ. ആത്മമണ്ഡലം ഓപ്പൺ ആകട്ടെ. ആത്മമണ്ഡലം ഓപ്പൺ ആകട്ടെ. ആത്മമണ്ഡലം ഓപ്പൺ ആകട്ടെ. സ്വപ്നങ്ങളുടെ ദൈവത്തിന്റെ ശബ്ദം ഈ ജനം കേൾക്കട്ടെ. ദർശനങ്ങളുടെ ദൈവത്തിന്റെ ശബ്ദം ഈ ജനം കേൾക്കട്ടെ. വ്യക്തികളെ, കുടുംബങ്ങളെ, ദേശത്തെ കുറിച്ചുള്ള ദൂതുകൾ, ആലോചനകൾ ഈ ജനം കേൾക്കട്ടെ. ദൈവത്തിന്റെ ശബ്ദത്തിന്റെ കലവറയിൽ ഈ ജനം ഇരിക്കട്ടെ. ഒരിക്കൽ കൂടെ ദൈവ ശബ്ദത്തിന്റെ കലവറയിൽ ഈ ജനം ഇരിക്കട്ടെ. നിൻമഹാ അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നു നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നു നിൻ സ്തുതിച്ചിടും എന്നു നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നു. ആരാധന എല്ലാവരും യേശുവേ, ആരാധന 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 തുല്യം ചൊല്ലാൻ പറഞ്ഞേ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. എല്ലാവരും ചേർന്ന് തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തം
യേശുവേ ആരാധന 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 one more time ആരാധന ആരാധന കരങ്ങളെ ഉയർത്തി ആരാധന. കരങ്ങൾ ഉയർത്തിരിക്കട്ടെ. സംസാരിക്കണമേ, സംസാരിക്കണമേ. Talk to us, talk to us. കണ്ണുകൾ തുറക്കട്ടെ, ചെവികൾ തുറക്കട്ടെ, മനസ്സുകൾ രൂപാന്തരപ്പെടട്ടെ. കണ്ണുകൾ തുറക്കട്ടെ, ചെവികൾ തുറക്കട്ടെ, കണ്ണുകൾ തുറക്കട്ടെ, ചെവികൾ തുറക്കട്ടെ, കണ്ണുകൾ തുറക്കട്ടെ, ചെവികൾ തുറക്കട്ടെ, കണ്ണുകൾ തുറക്കട്ടെ, ചെവികൾ തുറക്കട്ടെ. പ്രൊഫറ്റിക് റലം ഓപ്പൺ ആകട്ടെ. പാടേണ്ടവർ പാടും, ആരാധിക്കേണ്ടവർ ആരാധിക്കും. അന്യഭാഷയിൽ പാടേണ്ടവർ അവണ്ണം അന്യഭാഷയിൽ പാടി നിൽക്കും. യെസ്, പുതിയ പാട്ട്, പുതിയ പാട്ട്. പ്രവചന ഗീതങ്ങൾ പാടട്ടെ, പ്രവചന ഗീതങ്ങൾ പാടട്ടെ. പ്രവചനം പറയുക മാത്രമല്ല, പ്രവചനം പാടുന്നവരും എഴുന്നേൽക്കും. പ്രവചനം പറയുന്നവർ മാത്രമല്ല, പ്രവചനം പാടുന്നവർ എഴുന്നേൽക്കട്ടെ. പ്രവചന ഗീതങ്ങൾ വെളിപ്പെടട്ടെ. ആരും പാടാത്ത പുതിയ പ്രവചന ഗീതങ്ങൾ, ആരും പാടാത്ത പുതിയ പ്രവചന ഗീതങ്ങൾ, ആരും പാടാത്ത പുതിയ 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 പ്രവചന ഗീതങ്ങൾ ദൈവസഭ പ്രാപിക്കട്ടെ. സംവത്സരം വേദപുസ്തകത്തിന്റെ ഒരു കോണിൽ ജീവിച്ചവൻ, 35-ാം അധ്യായത്തിൽ ജീവിച്ചവൻ 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു. ആദാം ജീവിച്ചതിന്റെ 1/3 അവൻ ജീവിച്ചില്ല. ആദാം ജീവിച്ചതിന്റെ 1/3 എന്ന് വെച്ചോ, 1/3 365 സംവത്സരം ഹാനോക്ക് സ്തോത്രം ജീവിച്ചു. മീനിങ് അന്നത്തെ നല്ലൊരു യുവാവായപ്പോൾ ദൈവം അവനെ എടുത്തു. അന്നത്തെ യുവാവ് അവൻ ദൈവസന്നിധിയിലേക്ക് എടുത്തു. അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 365 സംവത്സരം ദൈവത്തോട് കൂടെ 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 നടന്നപ്പോൾ ഹാനോക്ക് നടന്ന് ദൈവത്തിന്റെ വീട്ടിൽ നിന്ന് അകന്നല്ല നടന്നത്, ദൈവത്തിന്റെ വീട്ടിന്റെ അടുക്കലേക്കാണ് നടന്നത്. മുഴുവൻ കാണിച്ചപ്പോ അതാ ചോദിച്ചു കാണും, ഹാനോക്ക് ചോദിച്ചു കാണും, കർത്താവേ ഒരു ചോദ്യം ചോദിച്ചോട്ടോ, എൻ്റെ അപ്പച്ചൻ അങ്ങയുടെ ഹൃദയത്തെ തകർത്തു, ഞാൻ അങ്ങയുടെ ഹൃദയത്തെ തകർത്തോ? Are you happy? Are you happy? നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? Are you happy? മനുഷ്യരെല്ലാം എന്നെ നോക്കി ഹാപ്പി എന്ന് പറയുമ്പോ ഇഷ്ടപ്പെട്ട എന്നെ അങ്ങേക്ക് ഇഷ്ടപ്പെട്ട മനുഷ്യന്റെ കയ്യടിയല്ല എനിക്ക് വേണ്ടിയത്. ഇഷ്ടപ്പെട്ട ഞാൻ അങ്ങയുടെ ഹൃദയത്തെ സന്തോഷിപ്പിച്ചോ? ദൈവം പറഞ്ഞു കാണാം, ഹാനോക്കെ എല്ലാ ദിവസവും കുറച്ചു നേരം കൂടെ നടന്നിട്ട് ഞാൻ നിന്റെ വീട്ടിലേക്കല്ലേ പറഞ്ഞു വിടുന്നേ. എല്ലാ ദിവസവും ഞാൻ നിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുക. പക്ഷേ നീ എൻ്റെ ഹൃദയത്തെ തൊട്ടത് കൊണ്ട്, നീ എൻ്റെ പുൽപ്പറ്റല്ല, എൻ്റെ ഹൃദയത്തെ തൊട്ടത് കൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കുക, നീ എൻ്റെ വീട്ടിൽ വരുന്നോ? നീ എൻ്റെ വീട്ടിൽ വരുന്നോ? റിയലി? അങ്ങേക്കൊരു വീടുണ്ടോ? കർത്താവേ, അങ്ങേക്ക് വീടുണ്ടോ? എവിടെയാ അങ്ങയുടെ വീട്? അത് ഇവിടെ നിന്ന് 3 ലക്ഷം പ്രകാശവർഷം അകലെയാണ്. 3 ലക്ഷം ലൈറ്റ് ഇയേഴ്സ്, 3 ലക്ഷം പ്രകാശവർഷം അകലെയാണ്. പക്ഷെ ഞാനത് 3 സെക്കൻഡ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നിനക്ക് വേണ്ടി. മാത്രമല്ല, ആ ന്യൂട്ടന്റെ ആപ്പിൾ വീണ ആ ഗ്രാവിറ്റി ഉണ്ടല്ലോ, അത് നിനക്ക് വേണ്ടി ഞാൻ ഓഫ് ചെയ്യാം. ഇവിടെ നിന്ന് 3 സെക്കൻഡ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് നിന്നെ കൊണ്ടുപോവാ. നീ വരുന്നോ? കർത്താവേ, ഈ ലോകത്തുള്ള എല്ലാവരും എന്നെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ ലോകത്തുള്ള ഒത്തിരി പേര് എന്നെ ഒരുപാട് കരയിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലോകത്ത് കിടന്ന് കുറച്ചുകൂടെ വേദനിക്കുന്നതിനേക്കാളും എൻ്റെ കണ്ണുനീര് തുടയ്ക്കുന്നവൻ
എന്നെ ആശ്വസിപ്പിക്കുന്നവൻ, എന്നെ ചേർത്ത് പിടിക്കുന്നവൻ, എന്നെ മനസ്സിലാക്കുന്നവൻ, അങ്ങയുടെ സന്നിധി വരാൻ ഭയങ്കര 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 ഇഷ്ട. ദൈവം ഹാനോക്കിനെ എടുത്തു. ദൈവം ഹാനോക്കിനെ എടുത്തു. പിന്നെ ഹാനോക്കിനെ ആരും കണ്ടില്ല. ലാസ്റ്റ് സെന്റൻസ് നിർത്തി. മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ അത്ഭുതമായിരുന്നു. ഒരു മനുഷ്യനെ ദൈവം എടുത്തു. അവനെ പിന്നെ കണ്ടില്ല. കൊച്ചിയിൽ നീ കൈ ഉയർത്തുമ്പോൾ ആണിപ്പഴുതുള്ള വേറൊരു കരം ഇറങ്ങി വരുന്നു. കൊച്ചിയിൽ നീ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ രണ്ട് കണ്ണ് നിന്നിലേക്ക് തിരിച്ചു സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. ഒരിക്കൽ കൂടെ നിന്റെ കൈ ഉയർത്തുമ്പോൾ നിന്റെ കൈയെ പിടിപ്പാൻ വേറൊരു കരം ഇറങ്ങി വരുന്നു. നീ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ അന്ധകാരത്താൽ എല്ലാ കണ്ണും മങ്ങുമ്പോൾ, അന്ധകാരത്താൽ എല്ലാ കണ്ണും മങ്ങുമ്പോൾ, മങ്ങിടാത്ത കണ്ണെനിക്കും നുണ്ടു സ്വർഗത്തിൽ, മങ്ങിടാത്ത കണ്ണെനിക്കും നുണ്ടു സ്വർഗത്തിൽ. 2 മിനിറ്റ് നമ്മൾ പ്രാർത്ഥിപ്പാൻ വേണ്ടി പോകുന്നു. ഐ എം ഗോയിങ് ടു വാക്ക് വിത്ത് യു ലോർഡ്. ഞാൻ അങ്ങയോട് ചേർന്ന് നടക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ അങ്ങയോട് ചേർന്ന് നടക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ അങ്ങയോട് ചേർന്ന് നടക്കുമ്പോൾ പ്രവചന മണ്ഡലങ്ങൾ തുറക്കപ്പെടട്ടെ. പ്രവചന ശബ്ദങ്ങൾ തുറക്കപ്പെടട്ടെ. കമോൺ, ശബ്ദം ഉയർത്തി. യെസ് 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 യെസ്. വാ തുറന്ന്, വാ തുറന്ന്, വാ തുറന്ന്. കമോൺ, പ്രേ. ആര് പ്രസംഗിച്ചു മറക്ക്. ആരൊക്കെ ചുറ്റും നിൽക്കുന്നു മറക്ക്. നീയും പരിശുദ്ധാത്മാവ് മാത്രം, നീയും പരിശുദ്ധാത്മാവ് മാത്രം, നീയും പരിശുദ്ധാത്മാവ് മാത്രം. കമോൺ, ശബ്ദം ഉയർത്തി ശക്തിയോടെ പ്രാർത്ഥിച്ചേ. അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവത്തിന്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവാം ദൈവമേ അവരെ കൈക്ക് പിടിച്ചോട്ടെ. ചേർന്ന് നടന്നാട്ടെ, ചേർന്ന് നടന്നാട്ടെ. ആത്മാവിന്റെ നരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത വലിയ പ്രവാഹങ്ങള്, വലിയ പ്രവാഹങ്ങള് വ്യക്തിയായി, കുടുംബമായി, സഭയായി, ശുശ്രൂഷയായി ഇന്ന് ഈ നിമിഷം മുതൽ വെളിപ്പെടട്ടെ. അനുഗ്രഹമാക്കും, അനുഗ്രഹമാക്കും. കമാൺ, ദൈവത്തെ സ്തുതിച്ചാണ്, ദൈവത്തെ സ്തുതിച്ചാണ്.